ഹലോ മക്കളെ, നമ്മൾ ഇന്ന് 10th പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് എടുക്കുന്നത്. 10th പ്രിലിംസ് എന്നല്ല, ഏതൊരു പ്രിലിമിനറി എക്സാമിനും ഈ നമ്മളിപ്പോൾ എടുക്കുന്ന ടോപ്പിക്കുകൾ നന്നായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പ്രിലിമിനറി എക്സാം പാസ്സാവാൻ പറ്റും. നിങ്ങൾക്കറിയാം, പ്രിലിമിനറി പാസ്സായെങ്കിൽ മാത്രമേ മെയിൻ എക്സാം എഴുതാൻ സാധിക്കുള്ളൂ അല്ലേ. ഈ പ്രിലിമിനറിയുടെ പോർഷൻസ് എല്ലാം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു 60% ഭാഗങ്ങളും കവർ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമ്മൾ ഓൾറെഡി ഇപ്പോൾ 3 ക്ലാസ് എടുത്തിട്ടുണ്ട്. ഇത് 4ാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തോടുകൂടി നമ്മൾ ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം എടുക്കുന്നത് പ്രകാശമാണ്. പ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പ്രിലിംസിനൊക്കെ സ്ഥിരം PSC ഈ ഭാഗത്തുനിന്ന്, പ്രകാശം എന്നുള്ള ഭാഗത്തുനിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് അറിയപ്പെടുന്നത്? പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് ആണ്. എല്ലാവർക്കും അറിയാലോ, പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് ആണ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം. ഇനി നമ്മുടെ ഭൂമിയിലെ പ്രകാശം അല്ലെങ്കിൽ പ്രകാശത്തിന്റെ സ്രോതസ് അല്ലെങ്കിൽ ഭൂമിയുടെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ കാരണം എന്താണ്? സൂര്യപ്രകാശമാണ് അല്ലേ. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് തന്നെ ആധാരമായിട്ടുള്ളത് സൂര്യപ്രകാശമാണ്. ഈ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എത്ര സമയം വേണം? സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ 500 സെക്കൻഡാണ് വേണ്ടത്. 500 സെക്കൻഡ്. അപ്പോൾ ഈ 500 സെക്കൻഡിന് നമ്മൾ മിനിറ്റിലേക്ക് ആക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? 8 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് പറയാം. 8 മിനിറ്റ് 20 സെക്കൻഡ്. നിങ്ങൾക്കറിയാലോ, 60 സെക്കൻഡാണ് 1 മിനിറ്റ് അല്ലേ. 60 സെക്കൻഡാണ് 1 മിനിറ്റ്. അപ്പോൾ 8 മിനിറ്റ് എന്ന് പറയുമ്പോൾ 8 × 60 480 പ്ലസ് 20 സെക്കൻഡും കൂടി കൂട്ടുമ്പോൾ 500 സെക്കൻഡ്. കറക്റ്റ് അല്ലേ? അപ്പോൾ 500 സെക്കൻഡ് എന്ന് വേണമെങ്കിലും ഓപ്ഷനിൽ തരാം, അല്ല 8 മിനിറ്റ് 20 സെക്കൻഡ് എന്ന് വേണമെന്നുണ്ടെങ്കിലും ഓപ്ഷനിൽ തരാം. അപ്പോൾ രണ്ടും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ 500 സെക്കൻഡാണ്. അത് മിനിറ്റിലേക്ക് മാറ്റുമ്പോൾ 8 മിനിറ്റ് 20 സെക്കൻഡാണ്. അപ്പോൾ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്താനോ? അതിന് വെറും 1.3 സെക്കൻഡ് മാത്രം മതി. അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ 500 സെക്കൻഡ് വേണം. എന്നാൽ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ എത്ര സമയം മതി? 1.3 സെക്കൻഡ് മതി. രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്, പഠിക്കണം. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് എത്താൻ 500 സെക്കൻഡും ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലേക്ക് എത്താൻ 1.3 സെക്കൻഡാണ് ആവശ്യമുള്ളത്. നമുക്കറിയാം അല്ലേ, ശബ്ദത്തിന് സഞ്ചരിക്കണം എന്നുണ്ടെങ്കിൽ മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ബഹിരാകാശത്ത് വെച്ച് നമ്മളൊന്നും ഒച്ചെടുത്താലൊന്നും ആരും കേൾക്കാൻ പോണില്ല. എന്നാൽ പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഇതാവശ്യമുണ്ടോ? മാധ്യമം ആവശ്യമില്ല അല്ലെ. പ്രകാശം ശൂന്യതയിൽ കൂടി സഞ്ചരിക്കുന്നു. മാത്രമല്ല, പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിൽ കൂടിയാണ്. കാരണം എന്താണ്? അവിടെ പ്രകാശത്തിന് സാന്ദ്രത വളരെ കുറവാണ് അല്ലെ. ശൂന്യതയിലാണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവ്. ഈ പ്രകാശത്തിന്റെ സാന്ദ്രത ഈ പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. സാന്ദ്രത കൂടുന്തോറും വേഗത കുറയും. സാന്ദ്രത കൂടുന്തോറും, പ്രകാശ സാന്ദ്രത കൂടുന്തോറും വേഗത കുറയും. അപ്പൊ ശൂന്യതയിൽ സാന്ദ്രത ഏറ്റവും കുറവാണ്, അതുകൊണ്ട് തന്നെ വേഗത ഏറ്റവും കൂടുതലാണ്. ഇനി നമ്മൾ ശൂന്യത വിട്ട് വായുവിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടിയും ശൂന്യതയെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഇത്തിരിയും കൂടി സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ കുറച്ചും കൂടിയും വേഗത കുറവായിരിക്കും. ഇനി അത് വിട്ട് നമ്മൾ ജലത്തിലേക്ക് വരുമ്പോൾ വായുവിനെ അപേക്ഷിച്ച് ജലത്തിൽ പ്രകാശത്തിന്റെ സാന്ദ്രത കൂടുതലാണ്. അപ്പോൾ വേഗത കുറച്ചും കൂടിയും കുറവായിരിക്കും. വജ്രത്തിലേക്ക് വരുമ്പോൾ പ്രകാശത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ വജ്രത്തിലാണ്. അപ്പോൾ പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറവ് എവിടെയായിരിക്കും? വജ്രത്തിലായിരിക്കും. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രകാശത്തിന്റെ സാന്ദ്രത കൂടുന്തോറും അതിന്റെ വേഗത കുറയും. ശൂന്യതയിൽ കൂടിയാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഇനി പ്രകാശത്തിന് എത്രയാണ് ശൂന്യതയിൽ കൂടിയുള്ള വേഗത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. പ്രകാശം ശൂന്യതയിൽ കൂടി എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുക എന്ന് ചോദിച്ചാൽ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് പ്രകാശത്തിന് ശൂന്യതയിൽ കൂടിയുള്ള വേഗത എന്ന് പറയുന്നത്. നമ്മൾ വായുവിലും ഏകദേശം ഇത് തന്നെയാണ് പറയാറുള്ളത്. വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് തന്നെയാണ് പറയാറുള്ളത്. ഇനി പ്രകാശം ഇങ്ങനെ ശൂന്യതയിൽ കൂടിയാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന്. അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരെന്താണെന്നറിയോ? അയാളുടെ പേര് ലിയോൺ ഫുക്കാൾട്ട് എന്നാണ്. ലിയോൺ ഫുക്കാൾട്ട്. പ്രകാശം ഫൂ എന്ന് പറഞ്ഞു പോകുന്നു ഓർത്താൽ മതി. നിങ്ങൾ ഇത് ജസ്റ്റ് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്യുക. പ്രകാശം അത്ര സ്പീഡിലാണല്ലേ ശൂന്യതയിൽ കൂടി പോക്കുക. ഫൂ എന്ന് പറഞ്ഞൊരു ഒറ്റ പോക്കാണ് അല്ലേ. അപ്പോൾ ഫൂ എന്ന് പറഞ്ഞ് ശൂന്യതയിൽ കൂടി പോകും. ഏറ്റവും കൂടുതൽ വേഗത്തിൽ ശൂന്യതയിൽ കൂടിയാണ് പോകുന്നതെന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട്. ഫൂ എന്ന് പറഞ്ഞു പോകും. ലിയോൺ ഫുക്കാൾട്ട് ആണ് കണ്ടെത്തിയത്. പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറവ് എവിടെയാണ്? വജ്രത്തിലാണ് പ്രകാശത്തിന്റെ വേഗത ഏറ്റവും കുറവ്. കാരണം പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമവും
വജ്രം തന്നെയാണ്. ഇനി PSC പിന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഈ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം എന്തെന്ന്. വൈദ്യുത കാന്തിക സ്പെക്ട്രം, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, അത് നമുക്ക് ഇതിനെ പ്രിലിംസിന് അങ്ങനെ ചോദിക്കാറില്ല. പക്ഷെ എങ്കിലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം ദൃശ്യപ്രകാശമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ കുറേ വികിരണങ്ങളുണ്ടല്ലേ, ഗാമ റേസ്, എക്സ് റേസ്, അതുപോലെ ഇൻഫ്രാറെഡ്, അൾട്രാ വയലറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ റേസുകളുണ്ട്. അതിൽ ഏറ്റവും ഇടുങ്ങിയ ഭാഗം, ഏറ്റവും ചെറിയ ഭാഗം എന്ന് പറയുന്നത് ദൃശ്യപ്രകാശമാണ്. ഏകദേശം 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ് ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. എത്രയാണ്? 400 മുതൽ 700 നാനോമീറ്റർ ആണ് ദൃശ്യപ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യം. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ അല്ലെങ്കിൽ വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം ദൃശ്യപ്രകാശമാണ്. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന വിസിബിൾ ലൈറ്റ്, അതാണ് ദൃശ്യപ്രകാശം, വിസിബിൾ ലൈറ്റ്. അത് എത്ര തരംഗ ദൈർഘ്യത്തിലാണ്? 400 മുതൽ 700 നാനോമീറ്റർ വരെയാണ് അതിന്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ദൂരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇതാണ് അല്ലെ, പ്രകാശവർഷം. പ്രകാശവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് പ്രകാശവർഷം. ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഒരു സെക്കൻഡിൽ പ്രകാശം എത്ര മീറ്റർ സഞ്ചരിക്കും? 3 × 10⁸ മീറ്റർ സഞ്ചരിക്കും. ഒരു സെക്കൻഡിൽ പ്രകാശം 3 × 10⁸ മീറ്റർ സഞ്ചരിക്കും പ്രകാശം. അപ്പോൾ ഒരു വർഷം എത്രത്തോളം സഞ്ചരിക്കും നിങ്ങൾ ഓർത്ത് നോക്കി. അപ്പോൾ ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. അത്ര വലിയ ദൂരമാണ് അല്ലേ. ഇത് ഗാലക്സികൾ തമ്മിലുള്ള അകലം, അതുപോലെ നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലം അളക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന യൂണിറ്റാണ് പ്രകാശവർഷം. നമ്മൾ സാധാരണ പറയണ കിലോമീറ്ററോ അല്ലെങ്കിൽ മറ്റ് അളവുകളൊന്നും വെച്ചിട്ട് തന്നെ ഈ നക്ഷത്രങ്ങൾ തമ്മിലുള്ള അകലവും അതുപോലെ ഗാലക്സികൾ തമ്മിലുള്ള അകലമൊന്നും പറയാൻ സാധിക്കില്ല. അത്ര വലിയ അകലാണല്ലേ. അതുകൊണ്ടാണ് പ്രകാശവർഷം ഉപയോഗിക്കുന്നത്. ഒരു പ്രകാശവർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷം പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് ഒരു പ്രകാശവർഷം എന്ന് പറയുന്നത്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരവും നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരമൊക്കെ അളക്കാനാണ് പ്രകാശവർഷം എന്നുള്ള യൂണിറ്റ് ഉപയോഗിക്കുന്നത്. ഇനി ദൂരത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ് പാർസെക്കാണ്. പാർസെക്ക്, ഒരു പാർസെക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.26 പ്രകാശവർഷമാണ്. അതും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു പാർസെക് ഈക്വൽ ടു 3.26 പ്രകാശവർഷമാണെന്ന് പഠിച്ചു വയ്ക്കാം. ഇനി പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? നമ്മുടെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് തീവ്രമായിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ഒന്നും കാണാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് തന്നെ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ്, തീവ്രമായിട്ട് നമ്മുടെ കണ്ണിലേക്ക് അടിച്ചാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാണാൻ പറ്റില്ല, കണ്ടില്ല എന്നൊക്കെ പറയില്ല. അതുപോലെ കാണ്ടിലയാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം. പണ്ടൊക്കെ PSC LGSനൊക്കെ സ്ഥിരം ചോദിക്കാറുണ്ട് ഈ ചോദ്യം. ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകമാണ് ഫോസ്ഫറസ്. ഇനി കണ്ണിന് ഏറ്റവും സുഖകരമായിട്ടുള്ള നിറം ഏതാണ്? നമുക്കറിയാം, ദൃശ്യപ്രകാശത്തിൽ 7 നിറങ്ങളുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. വിബ്ജിയോർ ആണ് ആ നിറങ്ങൾ എന്നൊക്കെ അറിയാം. ഇനി ഇതിൽ നമ്മുടെ കണ്ണിന് ഏറ്റവും സുഖകരമായിട്ടുള്ള നിറം ഏതാണ്? കണ്ണിന് ഏറ്റവും സുഖകരമായിട്ടുള്ള നിറം മഞ്ഞയാണ്. മഞ്ഞുള്ള പ്രദേശങ്ങളിൽ മോട്ടോർ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന നിറം മഞ്ഞ തന്നെയാണ്. അതേപോലെ തന്നെ ലബോറട്ടറികളിൽ അപകട സൂചനയായിട്ട് ഉപയോഗിക്കുന്ന നിറവും മഞ്ഞ തന്നെയാണ്. സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണ്. അപ്പൊ മഞ്ഞനെ കുറിച്ച് 3 കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്നാമത്തത് കണ്ണിന് ഏറ്റവും കുളിർമ നൽകുന്ന നിറം അല്ലെങ്കിൽ ഏറ്റവും സുഖകരമായിട്ടുള്ള നിറം എന്ന് പറയുന്നത് മഞ്ഞയാണ്. രണ്ടാമത്തത് മഞ്ഞുള്ള പ്രദേശങ്ങളിൽ മോട്ടോർ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റിൽ ഉപയോഗിക്കുന്ന നിറം എന്ന് പറയുന്നത് മഞ്ഞയാണ്. അതേപോലെ തന്നെ സയന്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കുന്ന നിറം അല്ലെങ്കിൽ അപകടത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ വെളിച്ചത്തിന്റെ നിറം എന്ന് പറയുന്നതും മഞ്ഞ തന്നെയാണെന്ന് ഓർത്തു വയ്ക്കുക. ഇനി പ്രകാശത്തിന്റെ വേഗത നമ്മൾ പറഞ്ഞു 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് ശൂന്യതയിൽ കൂടി എന്ന് പറഞ്ഞു അല്ലെ. ഈ പ്രകാശത്തിന്റെ വേഗത അളന്നതാരാണ്?
ഈ പ്രകാശം ആദ്യമായിട്ട് പ്രകാശത്തിന്റെ വേഗത കണക്കാക്കിയത് റോമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ആണ്, റോമർ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് കണക്കാക്കുമ്പോൾ അത്ര കൃത്യമായിട്ടായിരിക്കില്ല അല്ലെ, ഒരു റൂമർ പോലെ, റൂമർ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു കേൾക്കാറില്ലേ, റൂമർ പോലെ, ഒരു അപവാദം പോലെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു ഇത് ഇത്രയാണെന്ന് പറഞ്ഞത് റോമറാണ്. ആദ്യമായിട്ട് പ്രകാശത്തിന്റെ വേഗത പറഞ്ഞത് റോമറാണ് പറഞ്ഞത്. എന്നാൽ അത് കൃത്യമായിട്ട് അളന്ന് കൃത്യമായിട്ട് കണക്കാക്കിയത് മെക്കൻസൺ ആണ്. നമ്മ മെക്കാനിക്കലി വളരെ കറക്റ്റായിട്ട് പറഞ്ഞത് മെക്കൻസൺ ആണ്. അപ്പൊ പ്രകാശത്തിന്റെ വേഗത ഏതാണ്ട് കൃത്യമായിട്ടെന്ന് പറയുമ്പോഴാണ് കൃത്യമായിട്ട് കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് എ മെക്കൻസൺ എന്ന് പറയുന്നത്, മെക്കൻസൺ. എന്നാൽ ഏറ്റവും ആദ്യം പറഞ്ഞത് റോമറാണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ഫുക്കാൾട്ടിന്റെ പേര് പറഞ്ഞിട്ടുണ്ടായില്ല, ഒരു സയന്റിസ്റ്റിന്റെ പേര്. എന്താണ് ഫുക്കാൾട്ട് പറഞ്ഞത്? ലിയോൺ ഫുക്കാൾട്ട് എന്താണ് പറഞ്ഞത്? ഫുക്കാൾട്ട് പ്രകാശത്തിന്റെ വേഗതയൊന്നും അളന്നിട്ടുണ്ടായിരുന്നില്ല. ആള് പറഞ്ഞത് എന്താണ്? പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിൽ കൂടിയാണ് എന്നാണ് ലിയോൺ ഫുക്കാൾട്ട് പറഞ്ഞത്. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിൽ കൂടിയാണ് എന്ന് പറഞ്ഞാണ് ലിയോൺ ഫുക്കാൾട്ട്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് പ്രകാശം വ്യത്യസ്ത മാധ്യമങ്ങളിൽ വ്യത്യസ്ത വേഗതയിലാണ് സഞ്ചരിക്കുന്നതെന്ന്. അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന്റെ വേഗത മാറും എന്ന് പറഞ്ഞത് ലിയോൺ ഫുക്കാൾട്ട് തന്നെയാണ്. എന്നാൽ പ്രകാശത്തിന്റെ വേഗത ആദ്യമായിട്ട് അളന്നത് റോമറും എന്നാൽ ഏതാണ്ട് കൃത്യമായിട്ട് കണക്കാക്കിയത് മെക്കൻസനുമാണെന്ന് ഒന്ന് ഓർത്തു വയ്ക്കണം. ഇനി പ്രകാശത്തിന്റെ അടിസ്ഥാന കണമായിട്ട് അറിയപ്പെടുന്നത് ഫോട്ടോണുകളാണ്. നമ്മൾ ഈ പ്രകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതുപോലെ ഫോട്ടോ സിന്തസിസ് അല്ലെ, എല്ലാം ഫോട്ടോ വെച്ചല്ലേ പറയാ. കാരണം എന്താണ്? ഈ പ്രകാശത്തിന്റെ ഏറ്റവും അടിസ്ഥാന കണമായിട്ടുള്ള ക്വാണ്ടം അറിയപ്പെടുന്നത് ഫോട്ടോണുകൾ എന്നാണ്. പ്രകാശത്തിന്റെ ഏറ്റവും അടിസ്ഥാന കണമായിട്ടുള്ള ക്വാണ്ടം അറിയപ്പെടുന്ന പേര് ഫോട്ടോൺ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന കണങ്ങൾ എന്താണ് അറിയപ്പെടുന്നത്? അത് ടാക്കിയോണുകൾ എന്നാണ് പറയുക, ടാക്കിയോൺ. അതിൽ ടാക്കിയോണുകളെ കണ്ടെത്തിയത് ഇന്ത്യക്കാരനായിട്ടുള്ള ECG സുദർശനാണ്. പിന്നെ നമ്മുടെ ഈ പ്രകാശത്തിന്റെ വേഗത, വ്യത്യസ്ത മാധ്യമങ്ങളിൽ കൂടിയുള്ള പ്രകാശത്തിന്റെ വേഗത വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക, അത്ര ബുദ്ധിമുട്ടില്ല. നമ്മൾ പറഞ്ഞു പ്രകാശത്തിന്റെ ശൂന്യതയിൽ കൂടിയുള്ള വേഗത, ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത എത്രയാണ് പറഞ്ഞത്? 3 × 10⁸ മീറ്റർ/സെക്കൻഡ് അല്ലെ, 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. അതിൽ 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് പ്രകാശത്തിന് ഗ്ലാസിൽ കൂടിയുള്ള വേഗത. ശൂന്യതയിൽ കൂടിയുള്ള വേഗത 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണെങ്കിൽ ഗ്ലാസിൽ കൂടിയുള്ള വേഗത, ഷാന്നുള്ളതിന്റെ ആ 0 കളഞ്ഞാൽ ഗായായി മാറിയില്ലേ. അപ്പൊ ഗ്ലാസിൽ കൂടിയുള്ള പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. മറ്റേത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയിരുന്നു, ഇത് 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. അതേപോലെ തന്നെയാണ് ജലവും വജ്രവും. ജലത്തിൽ കൂടിയുള്ള പ്രകാശത്തിന്റെ വേഗത 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്, 2.25. വജ്രത്തിൽ കൂടിയുള്ള വേഗത എന്ന് പറയുന്നത് 1.25. ജലത്തിൽ കൂടി 2.25 × 10⁸ മീറ്റർ/സെക്കൻഡും വജ്രത്തിൽ കൂടിയുള്ളത് 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അതങ്ങനെ ചോദിക്കാറില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് വെച്ചിരുന്നാൽ മാത്രം മതി. ഇനി അടുത്തതായിട്ട് നമ്മൾ പ്രകാശത്തിന്റെ പല പ്രതിഭാസങ്ങളാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപവർത്തനം, അതേപോലെ തന്നെ വിസരണം, ഇതൊക്കെ കേട്ടിട്ടില്ലേ? അതിനെക്കുറിച്ചൊക്കെയാണ് PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. അതിനു മുമ്പ് പ്രകാശം ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടി തിരിച്ച് പ്രതിപതിക്കും അല്ലെ. നമുക്കറിയാം ശബ്ദമാണെങ്കിൽ എക്കോ ഉണ്ടാവാറുണ്ട്, ഏതെങ്കിലും പ്രതലത്തിൽ തട്ടിയിട്ട് ശബ്ദം തിരിച്ചു വരും അല്ലെ. അതേപോലെ തന്നെ പ്രകാശം ഒരു മിനുസമായിട്ടുള്ള പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രതിഭാസത്തെ നമുക്ക് പ്രതിഫലനം എന്ന് പറയും. ആ പ്രതിഫലനം തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്രമമായിട്ടുള്ളതുണ്ട്, മറ്റൊന്ന് വിസരിത പ്രതിഫലനമുണ്ട്. ക്രമമായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ, അതായത് ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടുമ്പോൾ പ്രകാശം കറക്റ്റായിട്ട് ഒരേപോലെ ഒരേ ദിശയിലാണ് പ്രതിഫലിക്കുക. നമ്മൾ നല്ല വെയിലുള്ള സമയത്തൊക്കെ പുറത്ത് നിന്നിട്ട് ഈ പാത്രങ്ങൾ, നമ്മൾ ഉച്ചയ്ക്കൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് പാത്രമൊക്കെ കഴുകി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ വെയിലത്ത് പിടിച്ചിട്ട് ഈ പ്രകാശത്തെ നമ്മൾ ക്ലാസ് റൂമിലേക്ക് ഇങ്ങനെ ഒരു ഇത് വിടാറുണ്ടല്ലേ, നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എന്താണ്, കൃത്യമായിട്ട് പ്രകാശം നേരെ വന്ന് നമ്മുടെ ക്ലാസ് റൂമിൽ വന്ന് പതിക്കും. ഈ കണ്ണാടിയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ, പുറത്ത് നിന്നിട്ട് കണ്ണാടി, നിങ്ങൾ സിനിമകളിലെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ കണ്ണാടിയൊക്കെ വെച്ച് നമുക്ക് പ്രകാശത്തെ കറക്റ്റായിട്ട് നമ്മുടെ മുറിക്കുള്ളിലേക്ക്, അതുപോലെ ആരെങ്കിലും മുഖത്തേക്കൊക്കെ നമുക്ക് വീഴ്ത്താൻ സാധിക്കും. അതെന്താണ്? ക്രമമായിട്ടുള്ള പ്രതിഫലനമാണ്. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം ഒരേ ദിശയിൽ ഒരേപോലെ വന്ന് പ്രതിഫലിക്കുന്നു, അതിനെ ക്രമമായിട്ടുള്ള പ്രതിഫലനം. എന്നാൽ മിനുസമല്ലാത്ത ഒരു പ്രതലത്തിൽ, മിനുസമല്ലാത്ത പ്രതലം എന്ന് പറയുമ്പോൾ വല്ല കാർബോർഡും കഷ്ണങ്ങളോ അല്ലെങ്കിൽ വല്ല പരുപരുത്തതായിട്ടുള്ള
ക്രമമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രതലത്തിൽ തട്ടിക്കഴിഞ്ഞാൽ പ്രകാശം അതേപോലെ കൃത്യമായിട്ട് വന്ന് പതിക്കൂ? ഇല്ല അല്ലെ? കാരണം എന്താ? പ്രകാശം അവിടെ പല ദിശയിലേക്ക് പ്രതിഫലിച്ചു പോകും. അതിന് നമ്മൾ വിസരിത പ്രതിഫലനം എന്ന് പറയും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്നതിന് നമുക്ക് പ്രതിഫലനം എന്ന് പറയാം. അത് തന്നെ ക്രമമായിട്ടുള്ള പ്രതിഫലനമുണ്ട്, വിസരിതമായിട്ടുള്ള പ്രതിഫലനമുണ്ട്. ക്രമമായിട്ടുള്ള എന്ന് പറയുമ്പോൾ ഒരേ ദിശയിൽ ഒരേപോലെ പ്രതിഫലനം സംഭവിക്കും. അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കണ്ണാടിയൊക്കെ വെച്ചിട്ട് നമ്മൾ വീടിന്റെ അകത്തേക്കോ അല്ലെങ്കിൽ ക്ലാസ് മുറികളിലേക്കൊക്കെ നമ്മൾ ലൈറ്റിനെ കൃത്യമായിട്ട് പതിപ്പിക്കും അല്ലേ? അത് ക്രമമായിട്ടുള്ള പ്രതിഫലനമാണ്. വിസരിത പ്രതിഫലനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറിക്കുള്ളിലേക്കൊക്കെ ലൈറ്റ് വരുന്നത് എങ്ങനെയാണ്? അത് വിസരിത പ്രതിഫലനാണ്. കൃത്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ തട്ടി കറക്റ്റ് ആയിട്ടാണോ നമ്മുടെ മുറിക്കുള്ളിലേക്ക്? പുറത്ത് സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നമ്മുടെ മുറിക്കുള്ളിലും സൂര്യപ്രകാശം ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് വരുന്നത്? കറക്റ്റായിട്ട് ഒരേപോലെ കൃത്യമായിട്ടാണോ പതിക്കുന്നത്? അല്ല അല്ലെ? പല ഭാഗത്തു നിന്നും പല ദിശയിൽ വരുന്നു. അത് വിസരിത പ്രതിഫലനാണ്. മുറിക്കുള്ളിലേക്ക്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലെ മുറിക്കുള്ളിലേക്ക് സൂര്യപ്രകാശം എത്തുന്നത് ഏത് വഴിയാണ്, ഏത് പ്രതിഭാസം മൂലമാണെന്ന് ചോദിച്ചാൽ അത് വിസരിത പ്രതിഫലനമാണ്. മറ്റേത് ക്രമമായിട്ടുള്ള പ്രതിഫലനമാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി അടുത്തതാണ് അപവർത്തനം എന്ന് പറയുന്നത്. അപവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രകാശം വ്യത്യസ്ത മാധ്യമങ്ങളിൽ വ്യത്യസ്ത വേഗതയിലാണ് സഞ്ചരിക്കുക അല്ലെ? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യത്യാസം ഉണ്ടാവും. ഇതുമൂലം അനുഭവപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് അപവർത്തനം എന്ന് പറയുന്നത്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പാതയ്ക്ക് എന്ത് സംഭവിക്കും? വ്യതിയാനം സംഭവിക്കും. ഈ പ്രതിഭാസമാണ് അപവർത്തനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ക്ലാസ്സിൽ വെള്ളം എടുത്തതിന് ശേഷം അതിൽ സ്ട്രോ ഇട്ട് കഴിഞ്ഞാൽ ആ സ്ട്രോ ഒടിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം എന്താണ്? ഈ പ്രകാശം ഈ വായുവിലൂടെ സഞ്ചരിച്ച് വന്നിട്ട് ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് പെട്ടെന്ന് തന്നെ വ്യതിയാനം സംഭവിക്കും. ഇതുമൂലമാണ് നമുക്ക് അതിലിട്ടിരിക്കുന്ന സ്ട്രോ ഒടിഞ്ഞതായിട്ട് തോന്നുന്നത്. ഇത്തരത്തിൽ വെള്ളം നിറച്ച ഗ്ലാസ്സിൽ ഇട്ടിരിക്കുന്ന സ്ട്രോ ഒടിഞ്ഞതായിട്ട് തോന്നാൻ കാരണം എന്താണ്? ഏത് പ്രതിഭാസമാണ്? അപവർത്തനം എന്ന് പറഞ്ഞ പ്രതിഭാസമാണ്. അപവർത്തനം എന്താണ് പറഞ്ഞത്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം, അതിനെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. ഈ പ്രതിഭാസം മൂലം നമുക്ക് ഇത്തരത്തിലുള്ള പല തോന്നലുകൾ ഉണ്ടാവും. യഥാർത്ഥമല്ല, നമ്മുടെ തോന്നലുകളാണ്. ഇങ്ങനെ ചോദിക്കുന്ന തോന്നലുകൾ ഉണ്ടല്ലോ, ഇതിനൊക്കെ കാരണം എന്തായിരിക്കും? അപവർത്തനമായിരിക്കും. അതായത് ഈ വെള്ളം നിറച്ചിരിക്കുന്ന ഗ്ലാസ്സിലിട്ടിരിക്കുന്ന സ്ട്രോ ഒടിഞ്ഞതായി തോന്നാൻ കാരണം അപവർത്തനമാണ്. അതേപോലെ വെള്ളം നിറച്ചിരിക്കുന്ന ഗ്ലാസ്സിൽ ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ കോയിൻ അല്പം ഉയർന്നു നിൽക്കുന്നതായിട്ട്, യഥാർത്ഥത്തിൽ കോയിൻ താഴെ തന്നെയാണ് കിടക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് തോന്നും? കോയിൻ അല്പം ഗ്ലാസ്സിൽ കുറച്ച് അല്പം ഉയർന്നു നിൽക്കുന്നതായിട്ട് തോന്നും. ആ തോന്നലിന് കാരണം അപവർത്തനാണ്. അതേപോലെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് തോന്നാൻ കാരണം, യഥാർത്ഥത്തിൽ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നില്ല, അത് മിന്നിക്കൊണ്ടിരിക്കുകയല്ല, അതെപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ എന്തായി തോന്നും? പ്രകാശം അല്ലെ, ഈ നക്ഷത്രങ്ങൾ മിന്നുന്നതായിട്ട് തോന്നും. ഇങ്ങനെ മിന്നുന്നതായിട്ട് തോന്നാൻ കാരണം അപവർത്തനാണ്. അതേപോലെ മരീചിക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഭാസം എന്താണ്? അത് നമ്മുടെ തോന്നലാണ്. അതായത് നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ റോഡിൽ വെള്ളം കിടക്കും, ദൂരെ നിന്ന് നോക്കുമ്പോൾ റോഡിൽ വെള്ളം കെട്ടി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും ഇല്ലേ? ആ തോന്നലിന് കാരണം അതാണ് മരീചിക എന്ന് പറയുന്നത്. ആ തോന്നലിന് കാരണം എന്താണ്? അതും അപവർത്തനാണ്. അതേപോലെ തന്നെ സൂര്യോദയത്തിന് അല്പം മുൻപ് സൂര്യാസ്തമയത്തിന് ശേഷം സൂര്യപ്രകാശം നമുക്ക് കാണാൻ സാധിക്കുന്നതിന് കാരണം അതെല്ലാം തന്നെ എന്താണ്? അപവർത്തനമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള തോന്നലുകൾക്കൊക്കെ കാരണം അപവർത്തനമാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. എന്നാൽ നമ്മുടെ ഈ മയിൽപീലികളിലുള്ള നിറത്തിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രകാശത്തിന്റെ പ്രതിഭാസമല്ല. അതിന് കാരണമായിട്ടുള്ള സൂക്ഷ്മ കണികകൾ എന്ന് പറയുന്നത് ബാർ ബുൾസ് ആണ്. ബാർ ബുൾസ് ഇപ്പൊ അങ്ങനെ ചോദിക്കാറില്ല, എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. മയിൽപീലിയിൽ കാണുന്ന വ്യത്യസ്ത വർണ്ണത്തിന് കാരണമായിട്ടുള്ള സൂക്ഷ്മ കണികകൾ എന്ന് പറയുന്നത് ബാർ ബുൾസ് ആണ്. ബാർ ബുൾസ്. പിന്നെ നമ്മൾ നേരത്തെ പ്രകാശത്തിന്റെ പ്രതിഫലനം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് പ്രകാശം വന്ന് ഒരു പ്രതലത്തിൽ തന്ന് പതിച്ച് അവിടെ നിന്ന് തിരിച്ച് പ്രതിഫലിക്കും അല്ലേ? അപ്പൊ നമ്മൾ ആ പ്രകാശം വന്ന് പതിക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നമ്മളൊരു ലംബം വരയ്ക്കുകയാണെങ്കിൽ, ലംബം എന്ന് പറഞ്ഞാൽ അറിയാലോ, ആ പ്രതലത്തിന് നേരെ കറക്റ്റ് 90 ഡിഗ്രിയിൽ കുത്തനെ നമ്മൾ വരയ്ക്കുന്നതാണ് ലംബം എന്ന് പറയുന്നത്. അങ്ങനെ പ്രകാശം വന്ന് പതിക്കുന്ന പോയിന്റിൽ നമ്മൾ
നമ്മളൊരു ലംബം വരയ്ക്കുകയാണെങ്കിൽ ആ ലംബവും ഈ വന്ന് പതിക്കുന്ന പ്രകാശരശ്മി ഇല്ലേ, അതിന് നമ്മൾ പതനരശ്മി എന്ന് പറയും. പ്രകാശം വന്ന് പതിക്കുന്നത് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ആ പ്രകാശം വന്ന് പതിക്കുന്ന രശ്മിനെ നമ്മൾ പതനരശ്മി അല്ലെങ്കിൽ ഇൻസിഡന്റ് റേ എന്ന് പറയും. ഇൻസിഡന്റ് റേ അഥവാ പതനരശ്മി, വന്ന് പതിക്കുന്ന രശ്മി പതനരശ്മി. അവിടെ നിന്നും പ്രകാശം പ്രതിഫലിച്ചു പോകില്ലേ, അതിന് നമ്മൾ പ്രതിഫലന രശ്മി എന്ന് പറയും. പ്രതിഫലന രശ്മി അല്ലെങ്കിൽ റിഫ്ലക്റ്റഡ് റേ എന്ന് പറയും. അപ്പം ഈ വന്ന് പതിക്കുന്ന പോയിന്റ് ഇല്ലേ, ആ പോയിന്റിൽ നമ്മളൊരു ലംബം വരയ്ക്കുകയാണെന്ന് വിചാരിക്കാം. ആ ലംബവും ഈ പതനരശ്മിക്കും ഇടയിലുള്ള കോണിനെ നമ്മൾ പതന കോണെന്ന് പറയും. പതന കോണ്, പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതന കോൺ എന്ന് പറയുന്നത്. പതന കോൺ. അതേപോലെ തന്നെ ലംബത്തിനും പ്രതിപതന രശ്മിക്കും പ്രതിഫലന രശ്മിക്കും ഇടയിലുള്ള കോണിനെ നമ്മൾ പ്രതിഫലന കോണെന്നും പറയും. ഈ രണ്ട് കോണുകളും എപ്പോഴും തുല്യമായിരിക്കും. മനസ്സിലായോ? ഈ രണ്ട് കോണുകളും എപ്പോഴും തുല്യമായിരിക്കും. അതായത് പ്രകാശം ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടി തിരിച്ചു പോരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പതന കോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. ഇതിനാണ് ലോ ഓഫ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് റിഫ്ലക്ഷൻ ആണിത്. ഇത് PSC സ്ഥിരം ചോദിക്കാറുണ്ട്. അതായത് നിങ്ങളോട് തരും, ഒരു മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു പോരുന്നു, തിരിച്ചു പോരുന്നല്ല പ്രതിഫലിക്കുന്നു. അവിടെ ആ പ്രകാശം ഉണ്ടാക്കിയ പതന കോണ് 40 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ പ്രതിപതന കോണ് എത്രയായിരിക്കും എന്ന് ചോദിക്കും. അപ്പോൾ പതന കോൺ 40 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോണും എത്ര തന്നെയായിരിക്കും? 40 ഡിഗ്രി തന്നെയായിരിക്കും. അല്ല, പതനകോൺ 55 ഡിഗ്രി ആണെങ്കിൽ അവിടെ പ്രതിപതന കോൺ എന്ന് പറയുന്നതും 55 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം എന്താണ്? മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം പ്രതിഫലിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമായിരിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രതിഫലനത്തിന്റെ കേസാണ്. പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി പ്രതിഫലിക്കുന്ന കേസാണ്. നമ്മൾ നേരത്തെ അപവർത്തനത്തിന്റെ കേസ് എങ്ങനെയാണ് പറഞ്ഞത്? അവിടെ പ്രതിഫലിക്കല്ല, പകരം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കാണല്ലേ. അതായത് വായുവിൽ നിന്നും പ്രകാശം ജലത്തിലേക്ക് കടക്കാണ്. അപ്പൊ വായു എന്ന് പറയുന്നത് സാന്ദ്രത കുറഞ്ഞതും എന്നാൽ ജലം എന്ന് പറയുന്നത് സാന്ദ്രത കൂടിയതുമാണ് അല്ലെ. അപ്പൊ എന്താണ് സംഭവിക്കുക? അവിടെ നമ്മൾ പ്രതിഫലന രശ്മി എന്നല്ല പറയാ, റിഫ്ലക്റ്റഡ് റേ എന്നല്ല പറയാ, പകരം അപവർത്തന രശ്മി എന്നാ പറയാ. കാരണം എന്താണ്? റിഫ്ലക്ട് ചെയ്യല്ലോ, പ്രതിഫലനം സംഭവിക്കല്ലോ. അപ്പൊ അവിടെ അപവർത്തനല്ലേ സംഭവിക്കുന്നത്. അപ്പൊ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ആ രശ്മിനെ നമ്മ പറയാ അപവർത്തന രശ്മി എന്ന് പറയാ. അപ്പൊ ഈ അപവർത്തന രശ്മി സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ലംബത്തോട് കൂടുതൽ അടുക്കും. നമ്മൾ ഒരു പ്രകാശം വന്ന് പതിക്കുന്ന ആ പോയിന്റിൽ ഒരു ലംബം വരയ്ക്കാണ്. അങ്ങനെ ഒരു ലംബം വരച്ചു കഴിഞ്ഞാൽ ഈ പ്രകാശരശ്മിക്ക് ഒരു സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് കടക്കുന്ന സമയത്ത് ആ രശ്മി, അപവർത്തന രശ്മി ഈ ലംബത്തോട് കൂടുതൽ അടുത്ത് വരും. നിങ്ങൾക്ക് മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്താൽ മനസ്സിലാവും. ഈ പ്രകാശം നമ്മുടെ വായുവിൽ നിന്നും ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് കടക്കാണ്. ആ കടക്കുന്ന സമയത്ത് അതിന് അപവർത്തനം സംഭവിച്ചിട്ട് ആ അപവർത്തന രശ്മി, ആ പ്രകാശ രശ്മി എന്ത് സംഭവിക്കും? ലംബത്തോട് കൂടുതൽ അടുക്കും. കാരണം എന്താണ്? ജലത്തിലെ വെള്ളത്തിന് സാന്ദ്രത കൂടുതലാണ്, അപ്പൊ അത് ലംബത്തിനോട് കൂടുതൽ അടുക്കും. ഇനി നേരെ റിവേഴ്സ് ആണെങ്കിലോ, അതായത് ഇപ്പൊ പ്രകാശം ജലത്തിൽ നിന്നും വായുവിലേക്കാണ് കടക്കുന്നത്. അപ്പോഴും അപവർത്തനം സംഭവിക്കും അല്ലെ. ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന് അപവർത്തനം സംഭവിക്കും. പക്ഷെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്കാണ് കടക്കുന്നത്. അപ്പൊ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ഈ അപവർത്തന രശ്മി ലംബത്തിൽ നിന്നും അകന്നു പോവുകയാണ് ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യത്യാസം ഉണ്ടാവില്ലേ? അതെങ്ങനെയാണ് വ്യത്യാസം ഉണ്ടാകുന്നത്? സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ആ പ്രകാശരശ്മി ലംബത്തോട് അടുക്കുകയാണ് ചെയ്യുക. എന്നാൽ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ, രണ്ടാമത് കുറഞ്ഞ മാധ്യമമാണെന്നുണ്ടെങ്കിൽ ആ പ്രകാശരശ്മി അല്ലെങ്കിൽ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് കുറച്ചും കൂടി അകന്നു പോവുകയാണ് ചെയ്യുക. ഇങ്ങനെ അകന്ന് ഈ കോണിന്റെ അളവ് അകന്ന് ഒരു 90 ഡിഗ്രിക്ക് മുകളിൽ വരാണെങ്കിൽ എന്ത് സംഭവിക്കും? ആ പ്രകാശരശ്മി തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിക്കും അല്ലെ. നമ്മൾ അപവർത്തനം സംഭവിച്ചു പോകുമ്പോൾ സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നു പറഞ്ഞു. ഇങ്ങനെ കൂടുതൽ അകന്നിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? 90 ഡിഗ്രിനേക്കാളും കൂടുതലാവും. 90 ഡിഗ്രിനേക്കാളും കൂടുതലാകാന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? ആ പ്രകാശം അതേ മാധ്യമത്തിലേക്ക് തന്നെ തിരിച്ച് പ്രതിഫലിച്ചു എന്നാണ് അർത്ഥം. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത്. പൂർണ്ണാന്തരിക പ്രതിഫലനം അതായത് പ്രകാശത്തിന് സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശം
സാന്ദ്രത കുറഞ്ഞ ഒരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ അപവർത്തന കോൺ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലാവും. ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപവർത്തന കോൺ 90 ഡിഗ്രി ആകുന്നതിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയാം. 90 ഡിഗ്രി കോണളവിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ കോൺ എന്ന് പറയാം. അതിനേക്കാൾ കൂടുതലാകുമ്പോൾ ആ രശ്മി എന്ത് സംഭവിക്കും? അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിക്കും. അപവർത്തനത്തിന് വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിക്കും. ഇതിനെയാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയാം. അതായത് സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ആ പ്രകാശത്തിന് എന്ത് സംഭവിക്കുകയാണ്? അത് അപവർത്തനത്തിന് വിധേയമാകാതെ തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിക്കും. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയാം. PSC ഇങ്ങനെ ഡെഫിനിഷൻ ആയിട്ടല്ല ചോദിക്കുക, പകരം സ്ഥിരം ചോദിക്കാറുള്ളത് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ള പ്രകാശത്തിന്റെ പ്രതിഭാസം എന്തെന്നാണ് ചോദിക്കുക. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ള പ്രകാശത്തിന്റെ പ്രതിഭാസം എന്ന് പറയുന്നത് പൂർണ്ണാന്തരിക പ്രതിഫലനാണ്. കാരണം വജ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും സാന്ദ്രത കൂടുതലാണല്ലേ, പ്രകാശത്തിന് ഏറ്റവും സാന്ദ്രത കൂടുതൽ വജ്രത്തിലാണ്. അപ്പൊ അത്രയ്ക്കും സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശം പുറത്തേക്ക് കടക്കാൻ നോക്കാണ്, വായുവിലേക്ക് കടക്കാൻ, സാന്ദ്രത കുറഞ്ഞ വായുവിലേക്ക് കടക്കാൻ നോക്കുന്ന സമയത്ത് ആ പ്രകാശരശ്മി എവിടേക്ക് തന്നെ പ്രതിഫലിക്കും? തിരിച്ച് വജ്രത്തിലേക്ക് തന്നെ പ്രതിഫലിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? പ്രകാശം നന്നായിട്ട് തിളങ്ങുന്നതായിട്ട് നമുക്ക് വജ്രം അല്ലെ, പ്രകാശത്തിലെ വജ്രം നല്ല രീതിയിൽ തിളങ്ങുന്നതായിട്ട് തോന്നും. ഈ തോന്നലിന് കാരണവും എന്താണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണമായിട്ടും അന്തരത്തിലേക്ക് തന്നെ പ്രതിഫലിക്കുക, പൂർണ്ണാന്തരിക പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ള പ്രകാശത്തിന്റെ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. അതേപോലെ ശരീരത്തിന്റെ ആന്തരഭാഗങ്ങൾ വീക്ഷിക്കുന്നതിനായിട്ട് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം അല്ലെ. നമ്മുടെ എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ ഉള്ളിലെ ആന്തരിക അവയവങ്ങളുടെയൊക്കെ ഭാഗങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പിയിൽ പ്രവർത്തിക്കുന്നത് പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴിയിട്ട് വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസവും പൂർണ്ണാന്തരിക പ്രതിഫലനം തന്നെയാണ്. ഇങ്ങനെയാണ് PSC ചോദിക്കുക, അല്ലാതെ നിങ്ങളോട് ഡെഫിനിഷൻ ആയിട്ട് ചോദിക്കില്ല. എന്തൊക്കെയാണ്? വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം, എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം, അതേപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴിയിട്ട് വിവരവിനിമയത്തിന് ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം, ഇതെല്ലാം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. ഇനി ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് ആരാണ്? അത് നരീന്ദർ സിംഗ് കബാനിയാണ് ഫൈബർ ഒപ്റ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത് വിഭങ്കനമാണ്. അപ്പൊ നമ്മൾ പ്രകാശത്തിന്റെ രണ്ട് പ്രതിഭാസം പറഞ്ഞു. ഒന്ന് അപവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം ഉണ്ടാവുക. പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നതിന് നമ്മൾ അപവർത്തനം എന്ന് പറഞ്ഞു. നമ്മൾ പലതരത്തിലുള്ള തോന്നലുകൾ, ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ടിരിക്കുന്ന സ്ട്രോ ഒടിഞ്ഞതായി തോന്നാൻ കാരണം, ഗ്ലാസ്സിലെ വെള്ളത്തിലിട്ടിരിക്കുന്ന കോയിൻ അല്പം ഉയർന്നതായി തോന്നാൻ കാരണം, മരീചിക തോന്നാൻ കാരണം അല്ലെ, റോഡിലൊക്കെ വെള്ളം, നല്ല ചൂടുള്ള സമയത്ത് റോഡിൽ വെള്ളമുള്ളതായി തോന്നാൻ കാരണം, അതുപോലെ തന്നെ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതായിട്ട് തോന്നാൻ കാരണം, സൂര്യാസ്തമയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുമ്പും നമുക്ക് സൂര്യപ്രകാശം ദൃശ്യമാകുന്നതിന് കാരണം, ഇതെല്ലാം അപവർത്തനമാണ്. പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിക്കുക പ്രകാശം. അതെപ്പോഴാണ് സംഭവിക്കുക? സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോഴാണ് അത്തരത്തിൽ സംഭവിക്കുക. സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശം പൂർണ്ണമായിട്ടും അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിക്കും. അപവർത്തന കോൺ എന്ന് പറയുന്നത് ഈ ക്രിട്ടിക്കൽ കോണിനേക്കാൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ട് തിരിച്ച് അതേ മാധ്യമത്തിലേക്ക് തന്നെ പ്രകാശം പ്രതിഫലിക്കും. ആ പ്രതിഭാസത്തെയാണ് നമ്മൾ പൂർണ്ണാന്തരിക പ്രതിഫലനം എന്ന് പറഞ്ഞത്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. ഫൈബർ ഒപ്റ്റിക്സ് വഴി നമ്മൾ വിവരങ്ങൾ കൈമാറാൻ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. അടുത്തതെന്ന് പറഞ്ഞത് വിഭങ്കനം എന്ന് പറയുന്നത്. വിഭങ്കനത്തിന്റെ ഇംഗ്ലീഷ് പേര് ഡിഫ്രാക്ഷൻ എന്നുള്ളതാണ്. PSC വിഭങ്കനം എന്ന് ചിലപ്പോൾ തരാറുണ്ട്, ചിലപ്പോൾ ഡിഫ്രാക്ഷൻ എന്നും തരാറുണ്ട്. അതുകൊണ്ട് രണ്ട് പേരും പഠിച്ചേക്കണം, വിഭങ്കനം അഥവാ ഡിഫ്രാക്ഷൻ. വിഭങ്കനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ CD-യിൽ കാണപ്പെടുന്ന നിറം ഉണ്ടല്ലോ, ആ നിറത്തിന് കാരണം, CD-യിൽ കാണപ്പെടുന്ന മഴവിൽ നിറത്തിന് കാരണം, അതേപോലെ സൂര്യന് ചുറ്റും നമ്മൾ ഇങ്ങനെ ചെറിയ വലയങ്ങൾ ഉള്ളതായിട്ട് തോന്നാൻ കാരണം, നിഴലിന്റെ അരികുവശം ഇങ്ങനെ ക്രമരഹിതവും അവ്യക്തവുമായിട്ട് തോന്നാൻ കാരണം, ഇതൊക്കെ കാരണം ഡിഫ്രാക്ഷൻ ആണ് അല്ലെങ്കിൽ വിഭങ്കനമാണ്.
അതായത് നമുക്കറിയാം പ്രകാശം എപ്പോഴും നേർരേഖയിൽ കൂടി മാത്രം സഞ്ചരിക്കുള്ളൂ അല്ലെ, അങ്ങനെയല്ലേ പറയാം, പ്രകാശം നേർരേഖയിൽ കൂടിയാണ് സഞ്ചരിക്കുക. എന്നാൽ പ്രകാശം സൂക്ഷ്മമായിട്ടുള്ള അതാര്യ വസ്തുക്കളിൽ തട്ടുമ്പോൾ, സൂക്ഷ്മമായിട്ടുള്ള അതാര്യ വസ്തുക്കളെ തട്ടിയിട്ട് അതിനെ ചുറ്റുകയോ അല്ലെങ്കിൽ അതിനെ വളയം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന പോലെ വളയം വെക്കുകയോ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ശരി, യഥാർത്ഥത്തിൽ പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുക. എന്നാൽ ഏതെങ്കിലും ചെറിയ അതാര്യ വസ്തുക്കളിൽ തട്ടി പ്രകാശം ഇങ്ങനെ സ്പ്രെഡായി പോവുക, വലയം വെക്കുകയോ അല്ലെങ്കിൽ വളയുകയോ വ്യാപിക്കുകയോ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതുമൂലമാണ് നമുക്ക് CD-യിൽ മഴവിൽ നിറം തോന്നുന്നത്. സൂര്യന് ചുറ്റും വലയമുള്ളതായിട്ട്, സൂര്യനെ നമ്മൾ നോക്കുന്ന സമയത്ത് വേറൊരു വലയം ഉള്ളതായി തോന്നും അല്ലെ, ആ വലയം ഉള്ളതായി തോന്നാൻ കാരണം, അതുപോലെ നിഴലുകളുടെ എല്ലാം അരികു വശം ക്രമരഹിതവും അവ്യക്തവുമായിട്ട് തോന്നാൻ കാരണം, ഇതൊക്കെ എന്താണ് കാരണം? ഡിഫ്രാക്ഷൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ, PSC എപ്പോഴും എക്സാമ്പിളുകളാണ് ചോദിക്കുക, ഡിഫ്രാക്ഷൻ എന്താണെന്നല്ല ചോദിക്കുക. CD-യിലെ മഴവിൽ നിറത്തിന് കാരണം എന്താണ്? സൂര്യന് ചുറ്റും വലയങ്ങൾ ഉള്ളതായി തോന്നാൻ കാരണം എന്താണ്? നിഴലുകളുടെ അരികു വശം അവ്യക്തവും ക്രമരഹിതവുമായി കാണുന്നതിന് കാരണം എന്താണ് എന്നൊക്കെ ചോദിക്കും. ഇതിനൊക്കെ കാരണം എന്താണ്? ഡിഫ്രാക്ഷൻ ആണ്. ഡിഫ്രാക്ഷൻ അഥവാ വിഭങ്കനമാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് ഇന്റർഫറൻസ് അഥവാ വ്യതികരണം. ഇന്റർഫറൻസ് എന്നാണ് PSC കൂടുതലും തരാറുള്ളത്, വ്യതികരണം അങ്ങനെ തരാറില്ല, എങ്കിലും അത് നോക്കി വെക്കണം. ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വ്യതികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരു ബിന്ദുവിൽ വന്നിട്ട് കൂടിച്ചേരാം. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞത് അധാര്യമായിട്ടുള്ള വസ്തുക്കളിൽ തട്ടിയിട്ട് പ്രകാശം പരക്കുകയോ വ്യാപിക്കുകയോ അല്ലെങ്കിൽ വളയുകയോ ഒക്കെ ചെയ്യുക, അതിനാണ് നമ്മൾ നേരത്തെ വിഭങ്കനം എന്ന് പറഞ്ഞത്. എന്നാൽ വ്യതികരണം അഥവാ ഇന്റർഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പ്രകാശ തരംഗങ്ങൾ, ഒന്നിലേറെ പ്രകാശ തരംഗങ്ങൾ ഒരു ബിന്ദുവിൽ വന്ന് കൂടിച്ചേരുക. സോപ്പ് കുമിളകളിൽ അതേപോലെ തന്നെ എണ്ണപ്പാളികളിലൊക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ മഴവിൽ നിറം കണ്ടിട്ടുണ്ടാവും. അതിന് കാരണം ഈ ഇന്റർഫറൻസ് ആണ്. അതായത് ഒരു പോയിന്റിൽ വന്നിട്ട് ഈ പ്രകാശത്തിന്റെ പല തരംഗങ്ങൾ, പ്രകാശത്തിന്റെ ഒന്നിലേറെ തരംഗങ്ങൾ ഒരു ബിന്ദുവിൽ വന്ന് കൂടിച്ചേരുക, അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് വ്യതികരണം എന്ന് പറയുന്നത്. ഈ എണ്ണപ്പാളികളിൽ കാണപ്പെടുന്ന വർണ്ണങ്ങൾക്ക് കാരണം, സോപ്പ് കുമിളകളിൽ കാണപ്പെടുന്ന വർണ്ണങ്ങൾക്ക് കാരണം ഒക്കെ ഇന്റർഫറൻസ് ആണ്. ഈ എക്സാമ്പിളുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. സോപ്പ് കുമിളകളും എണ്ണപ്പാളികളാണ് PSC സ്ഥിരം ചോദിക്കാറുള്ളത്. സോപ്പ് കുമിളകളിൽ കാണപ്പെടുന്ന മനോഹരമായിട്ടുള്ള വർണ്ണങ്ങൾക്ക് കാരണം, എണ്ണപ്പാളികൾക്ക് മുകളിൽ കാണപ്പെടുന്ന വർണ്ണങ്ങൾക്ക് കാരണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്റർഫറൻസ് അഥവാ വ്യതികരണമാണ്. അടുത്തത് വിസരണം. വിസരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് നമ്മുടെ ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം, അതേപോലെ തന്നെ നമ്മൾ വൈകുന്നേരങ്ങളിൽ അല്ലെ, സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ സൂര്യാസ്തമയത്തിന് സമയത്തും സൂര്യോദയ സമയത്തും ആകാശം ചുമപ്പ് നിറത്തിൽ കാണാൻ കാരണമൊക്കെ വിസരണമാണ്. വിസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? വിസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം ഒരു മാധ്യമത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അവിടെ ചെറിയ പൊടി പടലങ്ങളിലൊക്കെ തട്ടി ആ പ്രകാശത്തിന് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ ക്രമരഹിതമായിട്ടോ ഉണ്ടാകുന്ന പ്രതിഫലനം, ഭാഗികമായിട്ടോ ക്രമരഹിതമായിട്ടോ ഉണ്ടാകുന്ന ഒരു പ്രതിഫലനമാണ് വിസരണം. അതായത് ഇപ്പൊ നമുക്കറിയാം സൂര്യപ്രകാശത്തിൽ 7 നിറങ്ങളുണ്ട്, വിബ്ജിയോർ ആണ് നിറങ്ങൾ എന്നൊക്കെ അറിയാം അല്ലെ. അതിലെ ഈ സൂര്യപ്രകാശത്തിലെ ഓരോ നിറങ്ങൾക്കും ഓരോ വർണ്ണങ്ങൾക്കും വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഈ റെഡിനാണ്, ചുമപ്പിനാണ് തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള നിറം എന്ന് പറയുന്നത് ചുമപ്പാണ്. ചുമപ്പ് കൂടുതൽ ദൂരം സഞ്ചരിക്കും. തരംഗദൈർഘ്യം കൂടുതലായതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം ചുമപ്പ് സഞ്ചരിക്കും. എന്നാൽ തരംഗദൈർഘ്യം ഏറ്റവും കുറവാണ് വിബ്ജിയോറിലെ വയലറ്റിന് ഏറ്റവും കുറവാണ്. അതായത് നീലയ്ക്ക്, നമ്മുടെ നീല എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒരു ഗണത്തിൽ വരുന്നതാണ് അല്ലെ. നീലയ്ക്കൊക്കെ തരംഗദൈർഘ്യം വളരെ കുറവാണ്. അപ്പൊ എന്താണ്, ഈ സൂര്യപ്രകാശം ഈ നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ഈ പൊടിപടലങ്ങളിൽ തട്ടിയിട്ട് ഈ നീല നിറത്തിനൊക്കെ കൂടുതലായിട്ട് വിസരണം സംഭവിക്കും, അല്ലെങ്കിൽ പ്രതിഫലിച്ചത് പോകും. നീല നിറക്ക് കൂടുതൽ പ്രതിഫലിച്ചു പോകും. അപ്പൊ നമുക്ക് എന്തായി തോന്നും? ആകാശം നീല നിറത്തിലായി തോന്നും. എന്നാൽ സന്ധ്യാസമയത്ത് എന്ന് പറയുമ്പോൾ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ രാവിലെ ആ സമയത്തൊക്കെ സൂര്യൻ നമ്മളിൽ നിന്നും ഒരുപാട് അകലെയാണ് അല്ലെ. സാധാരണ പകൽ സമയത്തേക്കാളും ഈ രാവിലെയുള്ള സമയത്തും സന്ധ്യാസമയത്തും സൂര്യൻ നമ്മളിൽ നിന്നും, നമ്മുടെ ദൃഷ്ടിയിൽ നിന്നും കുറച്ചും കൂടി അകലെയാണ്. അപ്പൊ എന്താണ്, സൂര്യപ്രകാശം അത്രയും ദൂരത്തിൽ കൂടെ സഞ്ചരിച്ച് വരുമ്പോൾ ഈ തരംഗദൈർഘ്യം കുറഞ്ഞിട്ടുള്ള എല്ലാ നിറങ്ങൾക്കും ഈ വിസരണം സംഭവിച്ചു പോകും. അവസാനം ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ റെഡ് മാത്രമാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുള്ളൂ. ബാക്കി എല്ലാ നിറങ്ങൾക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അവിടെ വിസരണം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്തായി തോന്നും? ആകാശം
ചുമപ്പ് നിറത്തിലായി തോന്നും. മനസ്സിലായോ? സാധാരണ സമയങ്ങളിൽ ഈ സൂര്യപ്രകാശം സഞ്ചരിക്കുമ്പോൾ ഈ ചെറിയ ചെറിയ പൊടിപടലങ്ങളിലൊക്കെ തട്ടിയിട്ട് തരംഗദൈർഘ്യം ഏറ്റവും കുറവായിട്ടുള്ള നീലയ്ക്കും വയലറ്റിനൊക്കെ വിസരണം സംഭവിക്കും. അത്തരത്തിൽ ഇങ്ങനെ വിസരണം സംഭവിക്കുമ്പോൾ നമുക്ക് എന്ത് ആകാശം നീല നിറത്തിലായി തോന്നും. എന്നാൽ സന്ധ്യാസമയത്തും രാവിലത്തെ സമയത്തും സൂര്യൻ നമ്മുടെ കാഴ്ചയിൽ നിന്നും ഒരുപാട് അകലെയാണ്, ഒരുപാട് ദൂരെയാണ്. അപ്പൊ ആ സൂര്യപ്രകാശം അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ബാക്കിയുള്ള നിറങ്ങൾക്കെല്ലാം തരംഗദൈർഘ്യം കുറഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ നിറങ്ങൾക്കും വിസരണം സംഭവിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ ബാക്കി ഏത് നിറം മാത്രം നമ്മുടെ കണ്ണിലേക്ക് എത്തുള്ളൂ? റെഡ് മാത്രം നമ്മുടെ കണ്ണിലേക്ക് എത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആകാശം നല്ല ചുവന്നിരിക്കുന്നതായിട്ട്, ചുമപ്പ് നിറത്തിൽ ഇരിക്കുന്നതായിട്ട് അല്ലെ കാണപ്പെടും. അപ്പൊ ഇതാണ്, ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ വിസരണം എന്ന് പറയുക. അപ്പൊ ആകാശത്തിന്റെ നീല നിറത്തിന് കാരണം വിസരണമാണ്. അതേപോലെ തന്നെ സന്ധ്യാസമയങ്ങളിലും രാവിലെ സൂര്യോദയ സമയത്തും ആകാശം ചുമപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിനുള്ള കാരണവും വിസരണം തന്നെയാണ്. അപ്പോൾ സൂര്യപ്രകാശത്തിൽ ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്ന നിറം ഏതാണ്? ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്നത് വയലറ്റ് നിറത്തിനാണ്. ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുന്നത് വയലറ്റ് നിറത്തിനാണ്. കാരണം തരംഗദൈർഘ്യം കുറയും തോറും വിസരണം കൂടും. തരംഗദൈർഘ്യം ഏറ്റവും കുറവ് ഏതിനാണ്? വയലറ്റിനാണ്. വിബ്ജിയോർ എന്ന് എഴുതുമ്പോൾ ഏറ്റവും കുറവ് വയലറ്റിനാണ്. അങ്ങോട്ട് പോകും തോറും തരംഗദൈർഘ്യം ഇങ്ങനെ കൂടി 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 വരും. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതൽ ഇതിനാണ്, റെഡിനാണ്. അപ്പൊ റെഡിനാണ് ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുക. ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുക റെഡിനാണ്. ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുക വയലറ്റിനാണ്. കാരണം എന്താണ്? വയലറ്റിനാണ് തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ളത്. അപ്പൊ ആകാശത്തിന്റെ നീലനിറത്തിനും അതുപോലെ തന്നെ ആഴക്കടലിന്റെ നീലനിറത്തിനും എല്ലാം കാരണം വിസരണമാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. വിസരണ നിരക്ക് ഏറ്റവും കുറവ് ചുമപ്പിനാണ്. ഉദയാസ്തമയങ്ങളിൽ ചക്രവാളത്തിന്റെ ചുമപ്പ് നിറത്തിന് കാരണം വിസരണമാണ്. ഇനി കടലിന്റെ നീലനിറത്തിനുള്ള വിശദീകരണം നൽകിയത് CV രാമനാണ്. എന്നാൽ ആകാശത്തിന്റെ നീലനിറത്തിനുള്ള വിശദീകരണം നൽകിയത് ലോർഡ് റെയ്ലിയാണ്. ആകാശത്തിന്റെ ചുമപ്പ് നിറത്തിനുള്ള വിശദീകരണം നൽകിയത്. കടലിന്റെ നീല നിറത്തിനുള്ള വിശദീകരണമാണ് CV രാമൻ നൽകിയിട്ടുള്ളൂ. CV എന്ന് പറയുമ്പോൾ തന്നെ സി ഉണ്ട് അല്ലെ? സി എന്ന് പറയുന്നത് കടലല്ലേ? CV എന്ന് പറയുമ്പോൾ സി അല്ലേ ഫസ്റ്റ് വരുന്നത്? സി. അപ്പൊ കടലിന്റെ നീല നിറത്തിന് കാരണം വിശദീകരിച്ചത് ആരാണ്? CV രാമനാണ്. എന്നാൽ ആകാശത്തിന്റെ നീല നിറത്തിനുള്ള കാരണം വിശദീകരിച്ചത് ലോർഡ് റെയ്ലിയാണ്. ദൈവം ലോർഡ് എന്നൊക്കെ പറയുമ്പോൾ മിക്കപ്പോഴും നമ്മൾ ആകാശത്തേക്കല്ലേ നമ്മൾ നോക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും താഴേക്ക് നോക്കി നമ്മൾ മുകളിലേക്ക് ദൈവമേ വിളിക്കുമ്പോഴൊക്കെ ലോഡ് നമ്മൾ മുകളിലേക്ക് നോക്കിയിട്ടാണല്ലോ. അതുപോലെ തന്നെ പ്രകാശം വരുന്നത് മുകളിൽ നിന്നല്ലേ? സൂര്യപ്രകാശം മുകളിൽ നിന്നല്ല വരുന്നത്, താഴെ നിന്നല്ലല്ലോ വരുന്നത്. അപ്പൊ ഈ ആകാശത്തിന്റെ നിലനിറത്തിന് കാരണം വിശദീകരിച്ചത് ലോർഡ് റെയ്ലിയാണ്. എന്നാൽ കടലിന്റെ നീലനിറത്തിനുള്ള കാരണം വിശദീകരിച്ചത് CV രാമനാണെന്നും ഓർത്തേക്കുക. ഇനി ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം എന്തായിരിക്കും? ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം കറുപ്പായിരിക്കും. എന്തുകൊണ്ടാണ് ചന്ദ്രനിലെ ആകാശം കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നത്? കാരണം ചന്ദ്രനില് വായു ഇല്ല അല്ലെ? അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? പൊടിപടലങ്ങൾ അല്ലെ? ഈ പ്രകാശം എന്തിൽ തട്ടിയിട്ട് ഈ പൊടിപടലങ്ങളിലൊക്കെ തട്ടി പ്രതിഫലിച്ചെങ്കിൽ മാത്രമേ അവിടെ വിസരണം സംഭവിച്ച് ആകാശത്തിന് നിറം വരുള്ളൂ. അപ്പൊ അവിടെ വായു ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എന്ത് സംഭവിക്കുന്നില്ല? പ്രകാശത്തിന് വിസരണം സംഭവിക്കുന്നില്ല. വിസരണം സംഭവിക്കാത്തത് കൊണ്ട് തന്നെ ചന്ദ്രനിലെ ആകാശം കറുപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിസരണവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാറുള്ളത്. ആകാശത്തിന്റെ നീലനിറത്തിന് കാരണം, ആഴക്കടലിന്റെ നീലനിറത്തിന് കാരണം, അതേപോലെ തന്നെ ഈ സന്ധ്യാസമയങ്ങളിലൊക്കെ ആകാശം ചുമപ്പ് നിറത്തിൽ കാണപ്പെടുന്നതിന് കാരണം, അതെല്ലാം വിസരണമാണ്. ഈ കടലിന്റെ നീലനിറത്തിനുള്ള കാരണം വിശദീകരിച്ചത് CV രാമനാണ്. എന്നാൽ ആകാശത്തിന്റെ നീലനിറത്തിനുള്ള കാരണം വിശദീകരിച്ചത് ലോർഡ് റെയ്ലിയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ ഈ തരംഗദൈർഘ്യവും ഈ വിസരണവും ബന്ധപ്പെട്ടിരിക്കുന്നു. തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുക. തരംഗദൈർഘ്യം കുറഞ്ഞ വയലറ്റിനാണ് ഏറ്റവും കൂടുതൽ വിസരണം സംഭവിക്കുക. തരംഗദൈർഘ്യം കൂടിയിട്ടുള്ള ചുമപ്പ് നിറത്തിനാണ് ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുക എന്നുള്ള കാര്യവും ഓർത്തു വയ്ക്കുക. പിന്നെ അടുത്ത പ്രകാശത്തിന്റെ പ്രതിഭാസമാണ് പ്രകീർണനം എന്ന് വെച്ച് കഴിഞ്ഞാല് മഴവില്ലുണ്ടാവുന്നതിന് കാരണമാണ് പ്രകാശ പ്രകീർണനം എന്ന് പറയുന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പ്രകാശം. അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് തിരിയുക. പ്രകാശത്തിൽ 7 നിറങ്ങൾ ഉണ്ടെന്ന് അറിയാം അല്ലെ? ആ പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായിട്ട് മാറുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ പ്രകാശ
പ്രകീർണനം എന്ന് പറയുന്നത്. ധവളപ്രകാശത്തിലെ വിവിധ വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് പ്രകീർണനം ഉണ്ടാകുന്നത്. അപ്പോൾ അപവർത്തനം ഓപ്ഷനിലുണ്ടെങ്കിൽ അപവർത്തനവും ഒരു കാരണം തന്നെയാണ്. മെയിൻ കാരണം പ്രകീർണനാണ്. പക്ഷെ അപവർത്തനം ഉണ്ടെങ്കിൽ അപവർത്തനം കൂടി ഒരു കാരണമാണ്. കാരണം ഈ ദൃശ്യപ്രകാശത്തിലുള്ള ഓരോ നിറത്തിനും വ്യത്യസ്ത അളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത്, മഴവിൽ ഉണ്ടാകുന്നത്. അപ്പൊ മെയിൻ റീസണായ പ്രതിഭാസത്തെ നമ്മൾ പ്രകീർണനം എന്ന് പറയും. പക്ഷെ അതിനുള്ള കാരണം അപവർത്തനം കൂടിയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന ആ പ്രതിഭാസത്തെ നമ്മൾ പ്രകീർണനം എന്ന് പറയും. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണം അപവർത്തനം കൂടിയാണ്. പ്രകാശത്തിലെ വ്യത്യസ്ത നിറങ്ങൾക്ക് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത കോണളവിൽ അപവർത്തനം സംഭവിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് ഈ പ്രകീർണനം സംഭവിക്കുന്നതും ഈ മഴവില്ലൊക്കെ കാണാൻ സാധ്യമാകുന്നതും. ഈ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയ നിറം ചുമപ്പാണെന്നുള്ളതും തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞ നിറം വയലറ്റ് ആണെന്നുള്ള കാര്യവും പ്രത്യേകം ഓർത്തു വെക്കണം. ഇനി മഴവില്ലിന് കാരണമായിട്ടുള്ള പ്രകാശ പ്രതിഭാസം എന്ന് ചോദിച്ചാൽ നിങ്ങൾ പ്രകീർണനം തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ. പ്രകീർണനം തന്നെയാണ് എഴുതേണ്ടത്. അതിന്റെ കൂടെ നമ്മൾ അപവർത്തനം ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഓപ്ഷനിൽ എയും ബിയും എന്നൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലോ. ഇപ്പൊ PSC അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം കൂടെ നമുക്ക് അപവർത്തനം കൂടി സെലക്ട് ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം. അല്ലെങ്കിൽ നമ്മൾ പ്രകീർണനം തന്നെയാണ് എഴുതേണ്ടത്. ഇനി മഴവില്ലുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മഴവില്ലിന്റെ ആകൃതി എന്താണെന്നുള്ളത്. മഴവില്ലിന് അർദ്ധവൃത്താകൃതിയാണ്. മഴവില്ലിന് എന്താകൃതിയാണ്? നമ്മൾ മഴവില്ലൊക്കെ വരയ്ക്കുമ്പോൾ അർദ്ധവൃത്തത്തിലല്ലേ വരയ്ക്കാറ്? അർദ്ധവൃത്താകൃതിയാണ് മഴവില്ലിന്. ഇനി ഈ മഴവില്ലില് ഏറ്റവും മുകളിൽ കാണപ്പെടുന്ന നിറവും ഏറ്റവും താഴെ കാണപ്പെടുന്ന നിറവും ചോദിക്കാറുണ്ട്. ഏറ്റവും മുകളിലാണ് റെഡ് കാണപ്പെടുന്നത്. ഏറ്റവും താഴെയാണ് വയലറ്റ് കാണപ്പെടുന്നത്. റെയിൻബോ നമ്മൾ ഇങ്ങനെ അർദ്ധവൃത്താകൃതിയായിട്ട് ഇങ്ങനെ വളച്ചല്ലേ വരയ്ക്കുക. അപ്പൊ അതായത് ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്ന നിറം, ഏറ്റവും മുകളിലായി കാണപ്പെടുന്നത് റെഡും ഏറ്റവും ഉള്ളിലായി കാണപ്പെടുന്നത് വയലറ്റ് ആണ്. അതേപോലെ തന്നെ ഇതിന്റെ കോണളവ് ചോദിക്കും. ഈ ചുമപ്പ് നിറം നമ്മുടെ ദൃഷ്ടിരേഖയുമായിട്ടുണ്ടാക്കുന്ന കോണളവ് 42.7 ഡിഗ്രിയും എന്നാൽ വയലറ്റ് നിറം ഉണ്ടാക്കുന്ന കോണളവ് 40.8 ഡിഗ്രിയാണ്. അത് പഠിച്ചു വെക്കണം, ചോദിച്ചിട്ടുള്ളതാണ്. ചുമപ്പ് നിറം ഉണ്ടാക്കുന്നത് 42 42.7 ഡിഗ്രി 42.7 ഡിഗ്രിയും വയലറ്റ് നിറം ഉണ്ടാക്കുന്നത് 40.8 ഡിഗ്രിയുമാണ്. 42.7 ഡിഗ്രിയാണ് ചുമപ്പ് നിറം, എന്നാൽ വയലറ്റ് 40.8 ഡിഗ്രിയാണ്. ഇനി വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ ഈ മഴവില്ലിന്റെ ആകൃതി എന്ന് പറയുന്നത് വൃത്താകൃതിയിലാണ് കാണപ്പെടുക. വൃത്താകൃതി. പിന്നെ എപ്പോഴും സൂര്യന് ഓപ്പോസിറ്റ് ദിശയിലാണ് മഴവിൽ ഉണ്ടാവുക. സൂര്യന്റെ നേരെ ഓപ്പോസിറ്റ് ദിശയിലാണ് മഴവിൽ ഉണ്ടാകുക എന്നുള്ള കാര്യം കൂടി ഓർത്തേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിലിമിനറി എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഭാഗമാണ്. നന്നായി പഠിക്കണം. അതേപോലെ തന്നെ പിന്നെ ചോദിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ദർപ്പണങ്ങളെ കുറിച്ചിട്ടും ലെൻസുകളെ കുറിച്ചിട്ടൊക്കെയാണ് ചോദിക്കാറുള്ളത്. വളരെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. അതൊക്കെ മെയിൻസിനാണ് ചോദിക്കുക. എങ്കിലും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ദർപ്പണം എന്ന് പറയുമ്പോൾ മിറർ, നമ്മൾ സാധാരണ പ്രകാശത്തെ കടത്തിവിടാത്തത്. അതായത് ഇപ്പോൾ നമുക്ക് സാധാരണ നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി നമുക്കറിയാം, അതിൽ കൂടി പ്രകാശം കടന്നു പോകില്ല അല്ലെ, കടന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോകുമോ ഇല്ല അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള മിനുസമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ദർപ്പണം എന്ന് പറയാം. ദർപ്പണങ്ങൾ 3 തരത്തിലുണ്ട്. ദർപ്പണങ്ങൾ ഒന്ന് സമതല ദർപ്പണം, പിന്നൊന്ന് കോൺവെക്സ് ദർപ്പണം, പിന്നൊന്ന് കോൺകേവ് ദർപ്പണം. ഏതൊക്കെയാണ്? സമതല ദർപ്പണം, കോൺവെക്സ് ദർപ്പണം, കോൺകേവ് ദർപ്പണം. സമതല ദർപ്പണം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മുഖം നോക്കുന്ന കണ്ണാടി എന്ന് പറയുന്നത് സമതല ദർപ്പണമാണ്. അപ്പൊ ഈ സമതല ദർപ്പണത്തിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സമതല ദർപ്പണത്തിൽ നിങ്ങൾ സാധാരണ മുഖം നോക്കുന്ന കണ്ണാടിയെയാണ് സമതല ദർപ്പണം എന്ന് പറയുന്നത്. അതിലുണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകൾ, അതിലുണ്ടാകുന്ന പ്രതിബിംബത്തിന് എന്തൊക്കെ സവിശേഷതകളാണുള്ളത് നിങ്ങൾ തന്നെ ഓർത്തു വയ്ക്കുന്നത്. നിങ്ങളുടെ അതേ സൈസ് തന്നെയായിരിക്കും അല്ലേ. നിങ്ങൾ മുഖം നോക്കുന്ന കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങളുടെ അതേ സൈസ് തന്നെയായിരിക്കും. അല്ലാതെ നിങ്ങളെക്കാളും ചെറുതോ അല്ലെങ്കിൽ നിങ്ങളെക്കാളും വലുതോ അല്ല അല്ലെ. നിങ്ങളുടെ സെയിം സൈസുള്ള ഇമേജ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ വസ്തുവിന്റെ അതേ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന് ഉണ്ടായിരിക്കുക. വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും എന്നുള്ളത്. അതേപോലെ തന്നെയാണ് അകലം എന്ന് പറയുന്നത്. ആ പ്രതിബിംബത്തിലേക്ക് ആ വസ്തുവിനെ നമ്മൾ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് എത്ര അകലം അതിനുണ്ടോ അതേ അകലം തന്നെയാണ് അതിനുള്ളിൽ കാണുന്ന പ്രതിബിംബത്തിനും തോന്നാം അല്ലെ. നിങ്ങളുടെ കണ്ണാടിയിലേക്ക് കൂടുതൽ അടുത്ത് വരുമ്പോൾ നിങ്ങൾ അതിൽ കാണുന്ന പ്രതിബിംബവും കൂടുതൽ അടുത്ത് വരുന്നതായി തോന്നും. നിങ്ങൾ കണ്ണാടിയിൽ നിന്നും കുറച്ചും കൂടി അകന്ന് നിന്ന് കഴിഞ്ഞാൽ അതിനുള്ളിൽ കാണുന്ന പ്രതിബിംബവും അകന്നു പോകുന്നതായി തോന്നില്ലേ. അതായത് അവിടെ ആ ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള ദൂരവും അതേപോലെ തന്നെ ദർപ്പണവും വസ്തുവും, അതായത് നമ്മളാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ തമ്മിലുള്ള ദൂരം തുല്യമായിരിക്കും.
അപ്പൊ രണ്ട് പ്രത്യേകത പറഞ്ഞു. ഒന്ന് അകലമാണ് പറഞ്ഞത്. ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലവും ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലവും തുല്യമായിരിക്കും. അതേപോലെ വസ്തുവിന്റെ വലിപ്പവും പ്രതിബിംബത്തിന്റെ വലിപ്പവും തുല്യമായിരിക്കും. സമതല ദർപ്പണത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രതിബിംബം മിഥ്യയായിരിക്കും. ഈ മിററിൽ ഉണ്ടാകുന്ന പ്രതിബിംബം അല്ലെ, സമതല ദർപ്പണത്തിൽ രൂപം കൊള്ളുന്ന പ്രതിബിംബം എന്തായിരിക്കും? മിഥ്യയായിരിക്കും. അതായത് റിയൽ ആയിരിക്കില്ല. നമുക്കതിനെ മറ്റൊരു പ്രതലത്തിലേക്ക് പ്രതിഫലിപ്പിക്കാൻ സാധ്യമല്ല. മിഥ്യാ പ്രതിബിംബമായിരിക്കും. അതേപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് പാർശ്വിക വിപര്യം. പാർശ്വിക വിപര്യം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ, പാർശ്വവശങ്ങള് വിപരീത ദിശയിൽ. അതായത് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ വലത്തെ കൈ ഉയർത്തി കഴിഞ്ഞാൽ പ്രതിബിംബത്തിന്റെ ഇടത്തെ കൈ ആയിരിക്കും ഉയർന്നിരിക്കുന്നതായിട്ട് കാണാം അല്ലെ. നേരെ ഓപ്പോസിറ്റ് ദിശയിലല്ലേ അവിടെ സംഭവിക്കുക. നമ്മുടെ വലത്തെ ചെവിയിൽ കൈ കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇടത്തെ ചെവിയിലായിരിക്കും പ്രതിബിംബത്തിൽ പിടിച്ചിട്ടുണ്ടാവാം. അതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? സമതല ദർപ്പണത്തിൽ രൂപം കൊള്ളുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകതകളാണ്. അടുത്തത് കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും. അപ്പൊ കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണത്തിന്റെ വ്യത്യാസം എന്താണ്? കോൺകേവ് ദർപ്പണം, കേവ് അല്ലെ, കേവ് എന്ന് വെച്ചാൽ എന്താണ്? ഗുഹ എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ കോൺകേവ് ദർപ്പണം എന്ന് വെച്ചാൽ ഗുഹ പോലെ. ഗുഹ എങ്ങനെയാണ്? ഉൾഭാഗം കുഴിഞ്ഞല്ലേ ഇരിക്കുക. അതായത് പ്രകാശം വന്ന് പതിക്കുന്ന ആ ഭാഗം, ആ പ്രതലം എന്തായിരിക്കും? ഉള്ളിലേക്ക് കുഴിഞ്ഞായിരിക്കും എന്തിലുണ്ടാവുക? കോൺകേവ് ദർപ്പണത്തിൽ ഉണ്ടാവുക. പ്രതിപതന തലം എന്ന് വെച്ചാൽ പ്രകാശം വന്ന് പതിക്കുന്ന തലം. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഗോളീയ ദർപ്പണങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കോൺകേവ് ദർപ്പണം. ഈ കോൺകേവ് ദർപ്പണവും കോൺവെക്സ് ദർപ്പണങ്ങളും ഗോളീയ ദർപ്പണങ്ങളാണ്. ഗോളീയ ദർപ്പണം എന്ന് വെച്ചാൽ അതൊരു ഗോളത്തിന്റെ ഭാഗമാണ്. ഗോളം എന്ന് വെച്ചാൽ ഇങ്ങനെ റൗണ്ട്, നമുക്കതിനെ ഒരു ഗോളമായിട്ട് വരയ്ക്കാൻ പറ്റും അല്ലെ. ആ ഇമേജിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ ദർപ്പണത്തെ നമുക്ക് എന്താക്കാം? ഒരു ഗോളത്തിന്റെ ഭാഗമായിട്ട് വരയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഗോളീയ ദർപ്പണം എന്ന് പറയും. അപ്പൊ ആ പ്രതിപതന തലം, പ്രകാശം വന്ന് പതിക്കുന്ന തലം എന്ന് പറയുന്നത് ഉള്ളിലേക്ക് കുഴിഞ്ഞാണ്, ഒരു കേവിന്റെ പോലെ, ഗുഹ പോലെ ഉള്ളിലേക്ക് കുഴിഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ അത് കോൺകേവ് ദർപ്പണമാണ്. ഇനി അത് പുറത്തേക്ക് ഉന്തിയാണ് നിൽക്കുന്നതെങ്കിൽ അത് കോൺവെക്സ് ദർപ്പണമാണ്. പുറത്തേക്ക് ഉന്തിയാണ് നിൽക്കുന്നതെങ്കിൽ അത് കോൺവെക്സ് ദർപ്പണമാണ്. ഈ കോൺകേവ് ദർപ്പണത്തിന്റെയും കോൺവെക്സ് ദർപ്പണത്തിന്റെയും ഉപയോഗങ്ങളാണ് കൂടുതലും PSC ഇപ്പൊ പ്രിലിമിനറി എക്സാമിനൊക്കെ ചോദിക്കുക. എപ്പോഴും ചോദിക്കാറുള്ളത് വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? അത് കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിററാണ് നമ്മുടെ വാഹനങ്ങളുടെ എല്ലാം റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുക. കോൺവെക്സ് മിററിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അല്ലെ, കൂടുതൽ പ്രദേശം കാണാൻ സാധിക്കും ഇല്ലേ. നിങ്ങളുടെയൊക്കെ വണ്ടിയുടെയൊക്കെ സൈഡ് മിറർ അല്ലെ, അതാണ് എന്തെന്ന് പറയുന്നത്? റിയർ വ്യൂ മിറർ. ആ മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രദേശം കാണാൻ സാധിക്കും അല്ലെ. പക്ഷെ എല്ലാതും അത് ഉള്ളതിനേക്കാട്ടും നമുക്ക് കുറച്ചും കൂടി അകലത്തിലായിരിക്കും. നിങ്ങൾ ആ ഗ്ലാസ്സിൽ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലെ, ഒബ്ജക്ട് ഇൻ ദ മിറർ ഈസ് ക്ലോസർ ദാൻ അപ്പിയർ എന്ന്. അതായത് ആ നമുക്ക് കാണുന്നതിനേക്കാളും കുറച്ചും കൂടി അടുത്തായിരിക്കും ആ ഒബ്ജക്റ്റ് ഉണ്ടാവുക. കാരണം കൂടുതൽ പ്രദേശം നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ വലിപ്പവും കുറച്ചും കൂടി കുറവായിരിക്കും അല്ലെ. നമ്മളിൽ നിന്ന് കുറച്ചും കൂടി അകന്നിരിക്കുന്നതായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുക. അത് കോൺവെക്സ് മിററാണ്. എന്നാൽ നമ്മുടെ ENT ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഹെഡ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. കാറിന്റെ ഹെഡ്ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ENT ഡോക്ടർമാർ ഹെഡ് മിറർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് ദർപ്പണമാണ്. ഇതാണ് PSC കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. കോൺവെക്സ് മിറർ ഏതാണ്? കോൺവെക്സ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ കോൺവെക്സ് ആണ്. റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഡോക്ടർമാരുടെ ഹെഡ്ലൈറ്റ്, ENT ഡോക്ടർമാരുടെ ഒക്കെ ഹെഡ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നതും കാറിന്റെ ഹെഡ്ലൈറ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. സമതല ദർപ്പണം അതുപോലെ കോൺകേവ് കോൺവെക്സ് ദർപ്പണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ വീക്ഷണത്തിന് വിസ്തൃതി അല്ലെ, ഏറ്റവും കൂടുതൽ പ്രദേശം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏത് മിററിലായിരിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. കോൺവെക്സ് മിററിലാണ് അല്ലെ. നമ്മൾ വാഹനങ്ങളുടെ റിയർ വ്യൂ മിറർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കൂടുതൽ സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ റോഡ് മുഴുവനായിട്ടും, ചെറിയ മിറർ ആണെങ്കിലും ആ റോഡ് മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണ്? വീക്ഷണ വിസ്തൃതി കൂടുതലാണ്. അപ്പൊ വീക്ഷണ വിസ്തൃതി ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ സമതല ദർപ്പണത്തെക്കാളും അതുപോലെ തന്നെ കോൺകേവ് ദർപ്പണത്തെക്കാളും ഒക്കെ എല്ലാത്തിനേക്കാളും കൂടുതൽ വീക്ഷണ വിസ്തൃതി കോൺവെക്സ് ദർപ്പണത്തിനാണ് വീക്ഷണ വിസ്തൃതി കൂടുതലുള്ളത്. കോൺവെക്സ് ദർപ്പണമാണ് നമ്മൾ വാഹനങ്ങളുടെ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ദർപ്പണങ്ങൾ വാഹനങ്ങളിൽ റിയർ വ്യൂ മിററായിട്ട് ഉപയോഗിക്കുന്നതിനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ്. അതിന് വീക്ഷണ വിസ്തൃതി കൂടുതലായതുകൊണ്ട് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തുനിന്നും ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് വക്രത ആരം, വക്രത കേന്ദ്രം, പോള്. ഇതൊക്കെ എന്താന്ന് ചോദിക്കും.
പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു, നമ്മളെ കോൺവെക്സ് ദർപ്പണാണെങ്കിലും കോൺകേവ് ദർപ്പണാണെങ്കിലും ഏത് ദർപ്പണാണെങ്കിലും അതിന്റെ മധ്യബിന്ദു ഉണ്ടല്ലോ, ആ പ്രകാശം വന്ന് പതിക്കുന്ന ആ തലത്തിന്റെ മധ്യബിന്ദുവിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. മധ്യബിന്ദുവിനെ പി കൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തും. മധ്യബിന്ദുവിനെ നമ്മൾ പോൾ എന്ന് പറയും. ഇനി വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതുകൊണ്ടാണ് അതിനെ ഗോളീയ ദർപ്പണം എന്ന് പറയുന്നത്. ആ ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ ആ ഇമേജ് നോക്കി നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ആ ദർപ്പണം ഒരു ഗോളത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഗോളത്തിന് എന്തുണ്ടായിരിക്കും? ഒരു സെന്റർ ഉണ്ടായിരിക്കും, ഒരു കേന്ദ്രം ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. നമ്മൾ അതിനെ സി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇനി ഈ വക്രതാ കേന്ദ്രവും അതേപോലെ തന്നെ ഈ പോളും തമ്മിലുള്ള അകലം ഉണ്ടല്ലോ, ആ ദൂരം അല്ലെങ്കിൽ ആ ഗോളത്തിന്റെ ആരം, അതിനെയാണ് വക്രതാ ആരം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ദർപ്പണത്തിന്റെ മധ്യബിന്ദു, ആ ദർപ്പണത്തിൽ പ്രകാശം വന്ന് പതിക്കുന്ന ആ തല ഉണ്ടല്ലോ, അതിന്റെ മധ്യബിന്ദുവിനെ നമ്മൾ പോൾ എന്ന് പറയും, പി കൊണ്ട് അടയാളപ്പെടുത്തും. ഇനി ആ ദർപ്പണം എന്ന് പറയുന്നത് ഒരു ഗോളത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞു. ആ ഗോളത്തിന് എപ്പോഴും ഒരു മധ്യബിന്ദു ഉണ്ടായിരിക്കില്ലേ, ആ മധ്യബിന്ദുവിനെ നമ്മൾ സി എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അതാണ് വക്രതാ കേന്ദ്രം, വക്രതാ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി പോളും ഈ വക്രതാ കേന്ദ്രവും തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ആ ഗോളത്തിന്റെ ആരം, ഗോളത്തിന്റെ ആരത്തെ നമുക്ക് എന്തെന്ന് പറയാം? വക്രതാ ആരം എന്ന് പറയാം, വക്രതാ ആരം എന്ന് പറയാം. ഇനി ഈ വക്രതാ കേന്ദ്രത്തിൽ കൂടിയും ഈ പോളിൽ കൂടിയൊക്കെ നമ്മൾ നീട്ടിയ ഒരു വര വരയ്ക്കും, പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് വലിയൊരു വര വരയ്ക്കും. അതിന് നമ്മൾ മുഖ്യ അക്ഷം എന്ന് പറയും. വക്രതാ കേന്ദ്രത്തെയും പോളിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു നേർരേഖയാണ് മുഖ്യ അക്ഷം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. പിന്നെ ഫോക്കസ് ദൂരം, ഫോക്കസ് ദൂരത്തെ നമ്മൾ എഫ് എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഈ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് എപ്പോഴും ഈ ആരത്തിന്റെ പകുതിയായിരിക്കും. നമ്മൾ വക്രത ആരെന്ന് പറഞ്ഞില്ലേ, ആ ആരത്തിന്റെ പകുതിയായിരിക്കും ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. നമുക്ക് മിക്കപ്പോഴും PSCയിൽ ഈ ആരം തന്നിട്ട് ഫോക്കസ് ദൂരമോ അല്ലെങ്കിൽ ഫോക്കസ് ദൂരം തന്നിട്ട് ആ വക്രത ആരമോ കാണാൻ പറയാറുണ്ട്. അപ്പോൾ ഫോക്കസ് ദൂരം F എന്ന് പറയുന്നത് R/2, അതായത് ആരത്തിന്റെ പകുതിയായിരിക്കും. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ആരം തന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ആരം 4 സെന്റിമീറ്റർ ആണ്, ഫോക്കസ് ദൂരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4/2 എത്രയാണ്? 2 ആണ് നമുക്കവിടെ ഫോക്കസ് ദൂരം കിട്ടുക. ഇനി വക്രത ആരം 6 ആണ്, വക്രത ആരം 6 ആണ്, ഫോക്കസ് ദൂരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6/2 ചെയ്യുക. അപ്പൊ 3 ആയിരിക്കും ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് എപ്പോഴും വക്രത ആരത്തിന്റെ പകുതിയായിരിക്കും. ഒരു ദർപ്പണത്തിന്റെ പോളിൽ നിന്നും അതിന്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം, മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. അതിന് F എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. F എപ്പോഴും ആറിന്റെ പകുതിയായിരിക്കും, അതായത് വക്രത ആരത്തിന്റെ പകുതിയായിരിക്കും, വക്രത ആരത്തിന്റെ പകുതിയായിരിക്കും. അത് കൃത്യമായിട്ട് പഠിച്ചേക്ക്. F എന്ന് പറയുന്നത് R/2 ആയിരിക്കും. മിക്കപ്പോഴും 6 തരും, എന്നിട്ട് F ഫോക്കസ് ദൂരം എത്രയാണെന്ന് ചോദിക്കും. 6ന്റെ പകുതിയായിരിക്കും. 6 എന്ന് വെച്ച് കഴിഞ്ഞാല് വക്രത ആരം. ഇപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാല്യൂ 8 ആണെന്നുണ്ടെങ്കിൽ 8ന്റെ പകുതി 4 ആയിരിക്കും ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഈ ഭാഗം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് PSC. ഫോക്കസ് ദൂരം തന്നിട്ട് വക്രത ആരം കണ്ടെത്താനും വക്രത ആരം തന്നിട്ട് ഫോക്കസ് ദൂരം എത്രയാണെന്നും സ്ഥിരം ചോദിക്കാറുണ്ട്. ശ്രദ്ധിച്ച് പഠിക്കാം. അതേപോലെ തന്നെ അധികം അത്ര റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ ഈ ഫോക്കസ് ദൂരം പോലെ അത്ര കുറേ തവണ ചോദിച്ചിട്ടില്ലെങ്കിലും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 2 ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് തരും. 2 ദർപ്പണങ്ങൾ, 2 മിററുകൾ അല്ലെ, നമ്മൾക്കറിയാം 2 മിററുകൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ, പരസ്പരം മുഖാമുഖം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇമേജസുകൾ, ഒരുപാട് പ്രതിബിംബങ്ങൾ രൂപം കൊള്ളും അല്ലെ. അപ്പൊ അതേപോലെ 2 ദർപ്പണങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുന്നു. അവയ്ക്കിടയിലുള്ള കോണളവ്, അത് എത്ര ഡിഗ്രിയിലാണ് ഇവ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള ആ കോണളവ് തന്നു കഴിഞ്ഞിട്ട് എത്ര പ്രതിബിംബങ്ങൾ രൂപം കൊള്ളും എന്ന് ചോദിക്കാറുണ്ട്. അതായത് 2 ദർപ്പണങ്ങൾ, നിങ്ങൾക്ക് ആ ചിത്രത്തിൽ നോക്കിയാൽ മനസ്സിലാവും. 2 ദർപ്പണങ്ങൾ അടുപ്പിച്ച് വെച്ചിരിക്കുന്നു. അവയ്ക്കിടയിലുള്ള കോണളവ് ഒരു 45 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക. 45 ഡിഗ്രിയാണ്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കും എത്ര പ്രതിബിംബങ്ങൾ രൂപം കൊള്ളും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 360നെ ആ കോണളവ് കൊണ്ട് ഹരിക്കുക. 360നെ കോണളവ് കൊണ്ട് ഹരിച്ചിട്ട് അതിൽ നിന്നും 1 കുറച്ചാൽ മതി. ഇപ്പൊ ഇവിടുത്തെ കേസിൽ 2 ദർപ്പണങ്ങൾ 45 ഡിഗ്രി കോണളവിലാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എത്ര ഇമേജസ്, എത്ര പ്രതിബിംബങ്ങൾ രൂപം കൊള്ളുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 360നെ 45 കൊണ്ട് ഹരിക്കുക. അപ്പൊ 8 ആണ് ആൻസർ കിട്ടുക. എന്നിട്ട് അതിൽ നിന്നും 1 കുറയ്ക്കുക. അപ്പൊ 7 ഉത്തരം കിട്ടി. അപ്പൊ 7 പ്രതിബിംബങ്ങളാണ് രൂപം കൊള്ളുക. ഇനി നിങ്ങളോട് പറയാണ് 2 ദർപ്പണങ്ങൾ 90 ഡിഗ്രി കോണളവിൽ വെച്ചിരിക്കുന്നു. 2 ദർപ്പണങ്ങൾ 90 ഡിഗ്രി കോണളവിൽ വെച്ചിരിക്കുന്നു. എത്ര പ്രതിബിംബങ്ങൾ രൂപം കൊള്ളുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 360നെ 90 കൊണ്ട് ഹരിക്കുക.
360നെ 90 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 4 ഉത്തരം കിട്ടും അല്ലെ, 4 കിട്ടും. 4ൽ നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ 3. അപ്പം എത്ര ഇമേജസ് ഫോം ചെയ്യും, എത്ര പ്രതിബിംബങ്ങൾ രൂപം കൊള്ളും? 3 പ്രതിബിംബങ്ങൾ രൂപം കൊള്ളും. അപ്പൊ അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എത്ര പ്രതിബിംബങ്ങൾ കാണാൻ രൂപം കൊള്ളുമെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് 360നെ കോണളവ് കൊണ്ട് ഹരിക്കുക -1. ഇപ്പൊ കോണളവ് തീറ്റയായിട്ട് എടുക്കുകയാണെങ്കിൽ 360/തീറ്റ -1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്ര പ്രതിബിംബങ്ങൾ രൂപം കൊള്ളും എന്നുള്ളത് കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ചോദിക്കാറുള്ളത്. അടുത്തത് ലെൻസ് ആണ്. ലെൻസിനെ കുറിച്ചിട്ടും വളരെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെ പറയുന്നുള്ളൂ. അത് പഠിച്ചാൽ മതി. പ്രിലിംസിന് അത്രയൊക്കെ ചോദിക്കാറുള്ളൂ. ഒരുപാട് ഡീപ്പായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസിങ് ആവും. കാരണം ലെൻസൊക്കെ ഒത്തിരി കൺഫ്യൂസിങ് ആവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമുക്ക് മെയിൻസിന് വേണ്ടി പഠിക്കാം. അപ്പോൾ ലെൻസിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും അല്ലെ. കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ കേവ് എങ്ങനെയാണ്? ഉൾഭാഗം കുഴിഞ്ഞിരിക്കില്ല, അതായത് മധ്യഭാഗം കുഴിഞ്ഞിട്ട് അരികുവശം നല്ല കട്ടിയോട് കൂടിയിട്ടുള്ളതാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ മധ്യത്തിൽ കനം കുറഞ്ഞിട്ടായിരിക്കും. ഇങ്ങനെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുമ്പോൾ മധ്യഭാഗം എന്താവും? കനം കുറഞ്ഞിരിക്കും അല്ലെ. എന്നാൽ വക്കുകളൊക്കെ നല്ല കട്ടി കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. അതാണ് കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന പോലെയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ മധ്യഭാഗത്തിന് നല്ല കട്ടിയും എന്നാൽ അരികുവശത്തിന് കനം കുറവായിരിക്കും. അതാണ് കോൺവെക്സ് ലെൻസ്. കോൺകേവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പൊ ഗുഹ ഓർത്താൽ മതി. കേവ് എന്ന് പറഞ്ഞ ഗുഹയല്ലേ, അതെങ്ങനെയാണ്? ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നത്. അപ്പൊ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുക എന്ന് പറയുമ്പോൾ മധ്യഭാഗം കനം കുറവായിരിക്കും, അരികുവശത്തിനായിരിക്കും കനം കട്ടി കൂടുതൽ ഉണ്ടാവുക. കോൺവെക്സ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? അത് പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന രീതിയിലാണ്. അപ്പൊ മധ്യഭാഗം കട്ടിയോട് കൂടിയതും അരികുവശം കനം കുറഞ്ഞതും ആയിരിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ മിറർ പറഞ്ഞപ്പോൾ മിറർ ഒരിക്കലും പ്രകാശത്തെ കടത്തിവിടില്ല. നിങ്ങൾ മുഖം നോക്കുന്ന കണ്ണാടിയിൽ ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ പ്രകാശത്തെ അപ്പുറത്തെ സൈഡിലേക്ക് കടത്തിവിടോ? ഇല്ല അല്ലെ. ദർപ്പണങ്ങൾ ഒരിക്കലും പ്രകാശത്തെ കടത്തിവിടില്ല. പക്ഷെ ലെൻസ് എന്താണ്? പ്രകാശത്തെ കടത്തിവിടും. ഈ നമ്മൾ മിററിൽ പഠിക്കുന്ന, ദർപ്പണത്തിൽ പഠിക്കുന്ന കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ശരിക്കും ലെൻസ് വരുന്നത്. നമുക്ക് കൂടുതലായിട്ട് എന്തിൽ പഠിക്കാം? മെയിൻ എക്സാമിന് വേണ്ടി പഠിക്കാം. ഇപ്പൊ നമുക്ക് സ്ഥിരം PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നമ്മുടെ നേത്ര ലെൻസ് എന്ന് പറയുന്നത് ഏത് തരം ലെൻസ് ആണ്? നമ്മളെ കണ്ണിൽ കാണപ്പെടുന്ന ലെൻസ് ഉണ്ടല്ലോ, അത് ഏത് തരം ലെൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബൈ കോൺവെക്സ് ലെൻസ് ആണ്. എന്താണ്? ബൈ കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ അത് വെച്ച് തന്നെ ഓർക്കാം, നമ്മുടെ കണ്ണിലുള്ളത് ബൈ കോൺവെക്സ് ലെൻസ് ആണ്. ബൈ കോൺവെക്സ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണിൽ ബൈ കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ ആ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? നമുക്കറിയാം, നമ്മൾ കാണപ്പെടുന്ന പ്രതിബിംബം, നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്ന പ്രതിബിംബം റിയൽ ആണ് അല്ലെ, റിയൽ ആയിട്ടുള്ളതല്ലേ. അപ്പൊ റിയൽ ആണ്, യഥാർത്ഥമാണ്. പക്ഷെ എന്താണ്? തലകീഴായിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? നമ്മുടെ കണ്ണിൽ രൂപപ്പെടുന്ന പ്രതിബിംബം തലകീഴായതാണ്. പിന്നെ അതിനെ നിവർന്നതാക്കുന്ന ആളാരാണ്? അത് നമ്മുടെ തലച്ചോറാണ്. നമ്മുടെ കണ്ണിൽ രൂപപ്പെടുന്ന പ്രതിബിംബം തലകീഴായിട്ടുള്ളതാണ്, പക്ഷെ അതിനെ നേരെ നിർത്തുന്നത് നമ്മുടെ തലച്ചോറാണ് നമുക്കത് നേരെയാക്കി തരുന്നത്. അപ്പൊ നമ്മുടെ കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത നമ്മൾ അവിടെ തന്നെ പഠിച്ചു അല്ലെ. നമ്മുടെ കണ്ണില് ബൈ കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ആ കോൺവെക്സ് ലെൻസിന്റെ പ്രത്യേകത അവിടെ തന്നെ പഠിച്ചില്ല. എന്തൊക്കെയാണ്? പ്രതിബിംബം തലകീഴായതും യഥാർത്ഥവുമായിരിക്കും. പ്രതിബിംബം തലകീഴായതും യഥാർത്ഥവുമായിരിക്കും. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോൺകേവ് ലെൻസിൽ വരാം. നേരെ ഓപ്പോസിറ്റ് ആണ് കോൺകേവ് ലെൻസിൽ. ഇവിടെ നമുക്ക് തലകീഴായതാണെങ്കിൽ കോൺകേവ് ലെൻസിൽ നിവർന്നതായിരിക്കും പ്രതിബിംബം. ഇവിടെ റിയൽ ആയിരുന്നെങ്കിൽ അവിടെ എന്തായിരിക്കും? മിഥ്യയായിരിക്കും. കിട്ടിയോ നിങ്ങൾക്ക്? നമ്മുടെ കണ്ണിലുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്, ബൈ കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം എന്താണ്? യഥാർത്ഥമായിരിക്കും, പക്ഷേ തലകീഴായിരിക്കും. അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോൺകേവിൽ വരാം. അപ്പൊ കോൺകേവ് ലെൻസ് എന്ന് പറയുമ്പോൾ ഇമേജ് മിഥ്യയായിരിക്കും, പക്ഷെ നിവർന്നതായിരിക്കും. മിഥ്യാ പ്രതിബിംബം നിവർന്നതായിരിക്കും. രണ്ടും കൃത്യമായിട്ട് പഠിക്കാം. പിന്നെ അതേപോലെ തന്നെ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസും ചോദിക്കും, ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസും ചോദിക്കും. ദീർഘദൃഷ്ടി കോൺവെക്സ് ലെൻസ് ആണ്. അതായത് നമ്മൾ കോൺവെക്സ് എന്ന് മലയാളത്തിൽ എഴുതുന്നതും കോൺകേവ് എന്നും നിങ്ങൾ മലയാളത്തിൽ എഴുതാം. കുറച്ചും കൂടി ദീർഘത്തിലുള്ളത് ഏതാണ്? കുറച്ചും കൂടി നീണ്ടിരിക്കുന്നത് കോൺവെക്സ് എന്ന് ഇംഗ്ലീഷിൽ എഴുതുമ്പോഴല്ല, മലയാളത്തിൽ കോൺവെക്സ് എന്ന് എഴുതുമ്പോൾ കുറച്ചും കൂടി വലുതായിട്ടുണ്ടാവും അല്ലെ. കോൺവെക്സ് കീട്ട് പിന്നെ സീട്ട് കുറച്ചും കൂടി നീളത്തിലാണ് പേരുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ദീർഘദൃഷ്ടി പരിഹരിക്കാനാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനാണ് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക. അപ്പൊ ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിയിട്ട് കോൺവെക്സ് ലെൻസും ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടിയിട്ട് കോൺകേവ് ലെൻസുമാണ് ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ലെൻസുമായി ബന്ധപ്പെട്ട് PSC സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ഇത് നന്നായി പഠിക്കാം. പിന്നെ നമുക്ക് ഇമേജുകൾ, പ്രതിബിംബം രൂപപ്പെടുന്നത് F2F ഒക്കെ വെച്ച് പഠിക്കാനുണ്ട്. അത് നമുക്ക് മെയിൻ എക്സാമിന് വേണ്ടി പഠിക്കാം.
ഇതിൽ ഈ കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങൾ ഞാൻ മെയിനായിട്ട് വായിക്കാം. കോൺവെക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിലുള്ളത് കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ അതിന്റെ ഉപയോഗങ്ങൾ, ഒന്നാമത്തെ കാര്യം പറഞ്ഞു, ദീർഘദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി. ഈ ദീർഘദൃഷ്ടിനെയാണ് നമ്മൾ ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുക. ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നത് ദീർഘദൃഷ്ടിയാണ്. ദീർഘദൃഷ്ടി പരിഹരിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ വസ്തുക്കളെ വലുതാക്കി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നു. വസ്തുക്കളെ വലുതാക്കി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. പിന്നെ ചെറിയ അക്ഷരങ്ങളെയും വസ്തുക്കളെയൊക്കെ വലുതാക്കി കാണാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ഗ്ലാസ്സിൽ, അല്ലെ, ഇത് വലുതാക്കി കാണാനും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഹാൻഡ് ഗ്ലാസ്സിൽ ഉപയോഗിക്കും. TV, ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്നു. ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നു. വാച്ച് നന്നാക്കുവാനുള്ള ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു. എന്തൊക്കെയാണ് അപ്പൊ വലുതാക്കി കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാൻഡ് മിററിൽ ഉപയോഗിക്കുന്നുണ്ട്, വസ്തുക്കളെ വലുതാക്കി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, വാച്ച് നന്നാക്കാൻ ഉപയോഗിക്കുന്ന ലെൻസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പിൽ ഉപയോഗിക്കുന്നുണ്ട്. TV, ക്യാമറ, പ്രൊജക്ടർ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി കോൺകേവ് ലെൻസിന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ കുറച്ചേ ഉള്ളൂ. കോൺകേവ് ലെൻസ് മെയിനായിട്ട് ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ വേണ്ടി. പിന്നെ ഈ വാതിലൊക്കെ ഒരു ഇത് വെക്കില്ലേ, മിറർ വെക്കില്ലേ, നമുക്ക് അപ്പുറത്ത് വന്നത് ആരാന്ന് കാണാൻ വേണ്ടിയിട്ട് സ്പൈ ഹോൾ എന്ന് പറയും അല്ലേ. സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്ന ഇതെന്ന് പറയുന്നത്, ലെൻസ് എന്ന് പറയുന്നത് ഇതാണ്, എന്താണ്, കോൺകേവ് ലെൻസ് ആണ്. അതുപോലെ ഗലീലിയൻ ടെലസ്കോപ്പിൽ ഐ ലെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. സാധാരണ ടെലസ്കോപ്പിലൊക്കെ കോൺവെക്സ് ആണ്, ഗലീലിയൻ ടെലസ്കോപ്പിൽ മാത്രം കോൺകേവ് ആണ്. അതങ്ങനെ ചോദിക്കാറില്ല. കോൺവെക്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുക. ഹാൻഡ് മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത്, അത് വസ്തുക്കളെ വലുതാക്കി കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, ടെലസ്കോപ്പിലും മൈക്രോസ്കോപ്പിലും TV, ക്യാമറ, പ്രൊജക്ടറിലൊക്കെ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. അതേ കോൺവെക്സ് ലെൻസ് തന്നെയാണ് നമ്മുടെ കണ്ണിലുള്ളതും. അതിന്റെ പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ്? യഥാർത്ഥമായിരിക്കും, പക്ഷെ തലകീഴായതായിരിക്കും. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് ഓർത്താൽ മതി. അടുത്ത നമുക്ക് ബഹിരാകാശം കൂടിയാണ് പറയാനുള്ളത്. ബഹിരാകാശത്തിലെ നമ്മുടെ ഈ ISRO ഇപ്പൊ അടുത്ത് എന്തെങ്കിലും ഉപഗ്രഹങ്ങളൊക്കെ വിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകിച്ച് നോക്കിയിരിക്കുക. ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3, മെയിൻ ആയിട്ട് ചന്ദ്രയാൻ 3. ചന്ദ്രയാൻ 1ഉം 2 ഒക്കെ ജസ്റ്റ് ഒന്ന് ഏത് ഡേറ്റിലാണ് വിക്ഷേപിച്ചെന്ന് മാത്രം നോക്കിയാൽ മതി. ചന്ദ്രയാൻ 3 നന്നായിട്ട് നോക്കിയിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും വലിയ ഗ്രഹം, ഏറ്റവും ചെറിയ ഗ്രഹം, സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം, അല്ലെ, ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം, ഏറ്റവും ചൂട് കൂടുതലുള്ള ഗ്രഹം, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടിയും പഠിച്ചു കഴിഞ്ഞാൽ ഭാഗം തീർന്നു. സൗരയൂഥത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുവിധമൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷെ എങ്കിൽ അത് നോക്കി പോകണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാം ഹോളിൽ ചില ചോദ്യങ്ങൾ നമുക്ക് കൺഫ്യൂസിങ് ആയിപ്പോവും. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സൗരയൂഥത്തിലെ ഈ സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ചിട്ട്, ഇപ്പൊ നമ്മുടെ സൗരയൂഥത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട്? ആദ്യം 9 ഉണ്ടായിരുന്നു, ഇപ്പൊ 8 ഉള്ളൂ അല്ലെ. പ്ലൂട്ടോനെ പുറത്താക്കിയെന്നൊക്കെ നിങ്ങൾക്കറിയാം. എന്നാണ് 2006 ഓഗസ്റ്റ് 24 പ്ലൂട്ടോനെ നമ്മുടെ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. ഇപ്പൊ അത് കുള്ളൻ ഗ്രഹങ്ങളിലാണ് ഉൾപ്പെടുന്നത്. നിലവിൽ ഇപ്പൊ 8 ഗ്രഹങ്ങളെ നമുക്കുള്ളൂ അല്ലെ. നവഗ്രഹങ്ങളായിരുന്നു, 9 ആയിരുന്നു, ഇപ്പൊ 8 ഉള്ളൂ. 2006 ഓഗസ്റ്റ് 24 പ്ലൂട്ടോനെ നമ്മുടെ ഗ്രഹപട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. ഇപ്പോൾ പ്ലൂട്ടോ ഒരു കുള്ളൻ ഗ്രഹമാണെന്നും അറിഞ്ഞിരിക്കണം. ഇനി നമ്മുടെ സൂര്യനിൽ നിന്നുള്ള അകലത്തിനനുസരിച്ചിട്ട് സൂര്യന്റെ ഏറ്റവും അടുത്ത് ഏതാണ്? ബുധനാണ് അല്ലെ. ഏറ്റവും സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധനാണ്. ബുധന് ശേഷം ശുക്രൻ, ശുക്രൻ അല്ലെ. ബുധൻ രണ്ടും എന്നിൽ അവസാനിക്കുന്നതാണ്. അത് വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. രണ്ടെണ്ണത്തിനും നോ ഉപഗ്രഹം അല്ലെ. എന്നിലല്ലേ അവസാനിക്കുന്നത്. N ഫോർ നോ ഉപഗ്രഹം. ഒരു ഉപഗ്രഹവും ഇല്ലാത്ത ഗ്രഹങ്ങളാണ് ബുധനും ശുക്രനും. അപ്പൊ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധനാണ്. ബുധൻ കഴിഞ്ഞാൽ ശുക്രനാണ്. ബുധനും ശുക്രനും എന്തില്ല? ഉപഗ്രഹങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഈ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് ബുധൻ. അതുകൊണ്ട് തന്നെ സൂര്യനെ ഏറ്റവും പെട്ടെന്ന് പ്രദക്ഷിണം ചെയ്യാൻ പറ്റുന്നത് അല്ലെ, ഏറ്റവും പെട്ടെന്ന് പ്രദക്ഷിണം ചെയ്തു വരാൻ പറ്റുന്നത് ആർക്കായിരിക്കും? ബുധനായിരിക്കും. സൂര്യനെ ഒരു തവണ പ്രദക്ഷിണം ചെയ്യാനുള്ള സമയമാണ് നമ്മൾ ഒരു വർഷം എന്ന് കണക്കാക്കുന്നത് അല്ലെ. അപ്പൊ ഒരു വർഷം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം സൂര്യനെ പ്രദക്ഷിണം ചെയ്തു വരാനുള്ള സമയമാണ്. അത് ഏറ്റവും കുറവ് അപ്പൊ ബുധനായിരിക്കും അല്ലെ. കാരണം ബുധൻ ഏറ്റവും അടുത്താണ് കിടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ മൂപ്പർക്ക് പ്രദക്ഷിണം ചെയ്ത് വരാൻ സാധിക്കും. ഇനി അതേപോലെ തന്നെ എന്നാൽ ഏറ്റവും ചൂട് കൂടുതലുള്ള ഗ്രഹം ഏതാണ്? നമുക്ക് മിക്കവർക്കും തെറ്റും. കാരണം സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ബുധനല്ല. അപ്പൊ ഏറ്റവും ചൂട് കൂടുതൽ ബുധനാണെന്ന് തോന്നും. പക്ഷെ ബുധനല്ല, ശുക്രനാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഗ്രഹം. കാരണം എന്താ വെച്ചാല് ഇതിന്റെ ശുക്രന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരുപാട് വാതകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ രീതിയിലുള്ള
ഇത് ഹരിതഗ്രഹ പ്രഭാവം അനുഭവപ്പെടും. ഹരിതഗ്രഹ പ്രഭാവം അറിയാലോ, അതായത് നമ്മളെ സൂര്യനിൽ നിന്ന് വരുന്ന താപം അത് നമ്മുടെ അന്തരീക്ഷത്തിൽ തട്ടിയിട്ട് തിരിച്ച് എവിടേക്ക് തന്നെ പോകും, ബഹിരാകാശത്തേക്ക് തന്നെ പോകില്ലേ. അപ്പൊ ഇത്തരത്തിൽ പോകാതിരിക്കാൻ നമ്മുടെ ഈ അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളും വാതകങ്ങളും ഒക്കെ അതിനെ തടഞ്ഞു നിർത്തും. നമ്മുടെ അന്തരീക്ഷത്തിൽ ഭൂമിയിലാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതിന്റെ ഫലമായിട്ട് ഈ താപം പുറത്തേക്ക് പോകുന്നത് പിടിച്ചു നിർത്തുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇവിടെ ആഗോള താപനവും ഹരിതഗ്രഹ പ്രഭാവമൊക്കെ അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ ഇതേ എഫക്റ്റ് തന്നെയാണ് ശുക്രനിൽ നടക്കുന്നത്. ശുക്രനിൽ ഒരുപാട് വാതകങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ കട്ടിയുള്ള അന്തരീക്ഷപാളി കാരണം വലിയ രീതിയിലുള്ള ഹരിതഗ്രഹ പ്രഭാവം മൂലം ശുക്രനിലാണ് ഏറ്റവും ചൂട് കൂടുതലുള്ള ഗ്രഹം. ഏറ്റവും ചൂട് കൂടുതലുള്ള ഗ്രഹം ശുക്രനാണ്, ബുധനല്ല. തെറ്റിപ്പോകരുത്. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധനാണ്, പക്ഷെ ഏറ്റവും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത് ശുക്രനാണ്. എന്നാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ശുക്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ശുക്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ശുക്രനാണ്. ഭൂമിയുടെ ഇരട്ട എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ്. നമ്മള് പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നതും ഈ ശുക്രനാണ്. കാരണം വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന തിളക്കമുള്ള നക്ഷത്രം ഏതാണ്? ശുക്രനാണ്. അതുകൊണ്ട് തന്നെ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നതും ഈ ശുക്രനെ തന്നെയാണ്. തിളക്കമുള്ള ഗ്രഹമാണ് അല്ലെ. അതേപോലെ ഏറ്റവും ചൂട് കൂടുതലുള്ള ഗ്രഹമാണ് ശുക്രൻ എന്ന് പറഞ്ഞതൊക്കെയാണ് ശുക്രന്റെ പ്രത്യേകത. ബുധനും ശുക്രനും എന്തില്ല, ഉപഗ്രഹങ്ങളില്ല എന്നുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അതിനുശേഷം വരുന്നത് ഭൂമിയാണ്. ഭൂമിക്ക് എത്ര ഉപഗ്രഹം ഉണ്ട്? ഒരൊറ്റ ഉപഗ്രഹം മാത്രമേ ഉള്ളൂ അല്ലെ, നമ്മുടെ സ്വന്തം ചന്ദ്രൻ. അപ്പൊ ഭൂമിക്ക് ഒരു ഉപഗ്രഹം മാത്രമാണ് ഉള്ളത്. ഭൂമിയുടെ പ്രത്യേകത എന്താണ്? ഇപ്പൊ നമ്മള് സൂര്യനിൽ നിന്നുള്ള അകലം വെച്ച് പറയുമ്പോൾ മൂന്നാമതായിട്ടാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത്. പിന്നെ വലിപ്പത്തിന്റെ കേസ് പറയുമ്പോൾ 5-ാം സ്ഥാനമാണ്. വലിപ്പത്തിന്റെ കേസ് പറയുമ്പോൾ ഭൂമിക്ക് 5-ാം സ്ഥാനമാണ്. ഏറ്റവും സാന്ദ്രത കൂടിയിട്ടുള്ള ഗ്രഹം, ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. അതേപോലെ ജീവന്റെ സാന്നിധ്യമുള്ള ഏകഗ്രഹം അല്ലെ, ജീവന്റെ സാന്നിധ്യമുള്ള ഏകഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയാണ്. അപ്പൊ നമ്മൾ 3 ഗ്രഹങ്ങൾ പറഞ്ഞു. ആദ്യം ബുധനാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ബുധനാണ്. ഏറ്റവും വേഗത്തിൽ സൂര്യനെ പരിക്രമണം ചെയ്തു വരുന്നതും ബുധൻ തന്നെയാണ്. ബുധന് ശേഷം ശുക്രനുണ്ട്. ശുക്രൻ ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്നതാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ശുക്രനാണ്. അതേപോലെ തന്നെ പ്രഭാത നക്ഷത്രം, പ്രദോഷ നക്ഷത്രം എന്നൊക്കെ അറിയപ്പെടുന്നത് ശുക്രനാണ്. ഏറ്റവും ചൂട് കൂടുതലുള്ള ഏറ്റവും ചൂട് കൂടുതലുള്ള ഗ്രഹം ശുക്രനാണ്. അതേപോലെ തന്നെ തിളക്കമുള്ള ഗ്രഹവും ശുക്രൻ തന്നെയാണ്. ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ തിളക്കമുള്ള ഗ്രഹം, ചന്ദ്രന് ശേഷം പിന്നെ നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ തിളക്കമുള്ളത് ഏതിനാണ്? അത് ശുക്രനാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ബുധനും ശുക്രനും ഒരു ഉപഗ്രഹവും ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് പറയുന്നത് എല്ലാ ഗ്രഹങ്ങളിലും സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എല്ലാ ഗ്രഹങ്ങളിലും, ഭൂമിയിലാണെങ്കിലും മറ്റെല്ലാ ഗ്രഹങ്ങളിലും സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതിന് കാരണം എന്താണ്? ഭൂമിയുടെ ഭ്രമണം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതുകൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി തോന്നുന്നത്. അതിന് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ബസ്സിൽ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നതാണ് ഈ പുറത്ത് നിൽക്കുന്ന മരങ്ങളൊക്കെ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സഞ്ചരിക്കുന്നതായിട്ടല്ലേ തോന്നാം അല്ലെ. നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ മരങ്ങൾ പുറകോട്ട് സഞ്ചരിക്കുന്നതായിട്ടല്ലേ നമുക്ക് തോന്നാം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ് സൂര്യൻ കിഴക്കുതിച്ചിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായിട്ട് തോന്നുന്നത്. എല്ലാ ഗ്രഹങ്ങളും അതെ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. പക്ഷെ ശുക്രൻ മാത്രം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. നേരെ ഓപ്പോസിറ്റ്. എല്ലാ ഗ്രഹങ്ങളും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. എന്നാൽ ശുക്രൻ മാത്രം കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് ഭ്രമണം ചെയ്യുന്നത്. അതൊരു പ്രത്യേകതയാണ് ശുക്രന്റെ. പിന്നെ പറഞ്ഞത് ഭൂമിയുടെ കാര്യമാണ്. സൂര്യനിൽ നിന്നുള്ള അകലം വെച്ച് നോക്കുമ്പോൾ 3-ാം സ്ഥാനത്തും, ഇനി വലിപ്പത്തിന്റെ കേസിൽ നോക്കുമ്പോൾ 5-ാം സ്ഥാനത്താണ് ഭൂമി. ജീവനുള്ള ഒരു ഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയാണ്. നീലഗ്രഹം എന്നറിയപ്പെടുന്നു. ഏറ്റവും സാന്ദ്രത കൂടിയിട്ടുള്ള ഗ്രഹവും ഭൂമിയാണ്. ഭൂമി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ചൊവ്വയാണ്. ചൊവ്വ എന്ന് പറയുന്നത് ചുമപ്പ് ഗ്രഹം അല്ലെ. ചുമപ്പ് ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വയാണ്. ഇരുമ്പിന്റെ സാന്നിധ്യം മൂലമാണ് ചൊവ്വയ്ക്ക് ചുമപ്പ് നിറം കിട്ടുന്നത്. നിങ്ങൾ ഗ്രഹങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ചുമപ്പ് നിറത്തിൽ കാണുന്നതായിരിക്കും ചൊവ്വ എന്ന് പറഞ്ഞ ഗ്രഹം അല്ലെ. തുരുമ്പിച്ച ഗ്രഹം എന്നും അറിയപ്പെടുന്നത്, തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നതും ചൊവ്വ തന്നെയാണ്. ചൊവ്വയ്ക്ക് എത്ര എണ്ണുണ്ട് ഉപഗ്രഹങ്ങൾ? 2 ഉപഗ്രഹങ്ങളാണ് അല്ലെ ഉള്ളത്. ഒന്ന് ഫോബോസും മറ്റൊന്ന് ഡീമോസും ഫോബോസും. ഇതിൽ ഫോബോസ് ആണ് കറുത്ത ചന്ദ്രൻ എന്നറിയപ്പെടുന്നത്. ഫോബോസ് ഉണ്ട്, ഡീമോസ് ഉണ്ട്. അതിലെ ഫോബോസിനെയാണ് കറുത്ത ചന്ദ്രൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
അറിയപ്പെടുന്നത്. പിന്നെ ചൊവ്വയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭൂമിയിലേതുപോലെ തന്നെ ധ്രുവപ്രദേശങ്ങളിൽ ഐസ് കാണപ്പെടുന്നത്, ഐസ് പാളികളുള്ള ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. നമുക്കറിയാലേ ഭൂമിയിൽ ധ്രുവപ്രദേശങ്ങൾ ഐസ് മൂടിക്കെടുക്കുകയാണെന്ന്, അതേപോലെ തന്നെ ഭൂമിയിലേക്ക് സമാനമായിട്ട് ധ്രുവപ്രദേശങ്ങളിൽ ഐസ് പാളികളുള്ള ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത്. ഇനി ചൊവ്വയ്ക്ക് ശേഷം നെക്സ്റ്റ് വരുന്ന ഗ്രഹം എന്ന് പറയുന്നത് വ്യാഴമാണ് വരുന്നത്. വ്യാഴത്തിന്റെ പ്രത്യേകത എന്താണ്? സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം അല്ലെ, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. വ്യാഴം തൊട്ട് പിന്നെ അങ്ങോട്ടെല്ലാം ബാഹ്യഗ്രഹങ്ങളാണ്. നമ്മൾ ആദ്യം പറഞ്ഞ 4 ഏതൊക്കെയാണ്? ആദ്യം പറഞ്ഞ 4 ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഈ 4 എന്ത് ഗ്രഹങ്ങളാണ്? അന്തർഗ്രഹങ്ങളാണ്, അല്ലെങ്കിൽ ആന്തരഗ്രഹങ്ങളാണ് ആദ്യത്തെ 4 ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഇതിനെ 4 ആന്തരഗ്രഹങ്ങൾ. പിന്നെ വരുന്ന ബാക്കി 4 വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ആ 4 എന്ത് ഗ്രഹങ്ങളാണ്? ബാഹ്യഗ്രഹങ്ങളാണ്. 4 ആന്തരഗ്രഹങ്ങൾ, 4 ബാഹ്യഗ്രഹങ്ങളാണ്. ഏതൊക്കെയാണ് ബാഹ്യഗ്രഹങ്ങൾ? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നുള്ളത്. ഏറ്റവും വലിയ ഗ്രഹമാണ് അല്ലെ വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യാഴത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വ്യാഴം വലുതായതുകൊണ്ട് തന്നെ വ്യാഴത്തിന് പെട്ടെന്ന് ഭ്രമണം ചെയ്യാൻ സാധിക്കും, പെട്ടെന്ന് തന്നെ സ്വയം കറങ്ങി വരാൻ സാധിക്കും, ഭ്രമണം ചെയ്യാൻ സാധിക്കും. ഏറ്റവും വലിയ ഗ്രഹമല്ലേ, അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യാൻ സാധിക്കുന്ന ഗ്രഹം വ്യാഴാണ്. അപ്പൊ ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങൾ അല്ലെ. ഭൂമിയിലെ ദിനരാത്രം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ് അല്ലെ. 24 മണിക്കൂറാണ് ഭൂമിയിലെ ഒരു ദിവസം. കാരണം ഭൂമിക്ക് ഒരു തവണ ഭ്രമണം ചെയ്യണമെങ്കിൽ 24 മണിക്കൂർ വേണം അല്ലെ. പക്ഷേ നമ്മുടെ വ്യാഴത്തിനാണെങ്കിൽ അത് ഏകദേശം 10 മണിക്കൂർ മതി. 10 മണിക്കൂർ കൊണ്ട് വ്യാഴം സ്വയം ഭ്രമണം ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറവ് ഭ്രമണം സമയം ഉള്ളത് വ്യാഴത്തിനാണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ദിനരാത്രങ്ങൾ ഉള്ളതും എന്തിനു തന്നെയാണ്? വ്യാഴത്തിന് തന്നെയാണ്. അപ്പൊ അതൊരു പ്രത്യേകത. അതേപോലെ തന്നെ വ്യാഴം വലിയ ഗ്രഹമായതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണ ബലം വളരെയധികം കൂടുതലാണ്. വ്യാഴത്തിന്റെ ഗുരുത്വാകർഷണ ബലം വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഗുരുത്വാകർഷണ ബലം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? പാലായന പ്രവേഗവും കൂടും അല്ലെ. പാലായന പ്രവേഗവും കൂടും. ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗ നിരക്കും ഗുരുത്വാകർഷണ ബലമൊക്കെ ഉള്ളത് ഏതിന് തന്നെയാണ്? വ്യാഴത്തിന് തന്നെയാണ്. ഏറ്റവും വലിയ ഗ്രഹമായതുകൊണ്ട് ഭ്രമണം വളരെ പെട്ടെന്ന് കഴിയുമെന്ന് പറഞ്ഞു അല്ലെ. പക്ഷെ മൂപ്പർക്ക് പരിക്രമണം ചെയ്യണമെങ്കിൽ, സൂര്യനെ പരിക്രമണം ചെയ്യണമെങ്കിൽ ഏകദേശം 12 വർഷം വേണം. ഏകദേശം കറക്റ്റ് അല്ല, ഏകദേശം കറക്റ്റായിട്ട് പറയണമെങ്കിൽ 11.86 എന്ന് പറയേണ്ടി വരും. 11.86 വർഷം. നമുക്ക് റൗണ്ട് ചെയ്ത് 12 വർഷം എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഒരു വ്യാഴവട്ടക്കാലം എന്ന് പറയാം അല്ലെ. ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം വ്യാഴം നമ്മുടെ സൂര്യനെ വട്ടം ചെയ്ത് വരണമെങ്കിൽ അല്ലെ, വ്യാഴവട്ടം 12 വർഷമാണ്. 12 വർഷം എടുക്കും വ്യാഴത്തിന് ഒരു തവണ സൂര്യനെ ഭ്രമണം ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ 12 വർഷം എടുക്കും. നമ്മുടെ ഇവിടെ ഒരു വർഷം 365 ദിവസം എന്ന് പറയുന്ന പോലെ 12 വർഷം എടുക്കും വ്യാഴത്തിന് സൂര്യനെ പരിക്രമണം ചെയ്ത് വരാൻ. എന്നാൽ ഭ്രമണം ചെയ്യാനാണെങ്കിലോ വെറും 10 മണിക്കൂർ. 10 മണിക്കൂറല്ല, ശരിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ 9.8 മണിക്കൂറാണ്. 9.8 മണിക്കൂർ മാത്രം മതി വ്യാഴത്തിന് സ്വയം ഭ്രമണം ചെയ്യാൻ. പക്ഷെ പരിക്രമണം ചെയ്യാൻ 12 വർഷം വേണം എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി വ്യാഴത്തിന് ശേഷം വരുന്ന ഗ്രഹമാണ് ശനി എന്ന് പറയുന്നത് അല്ലെ. ശനിയുടെ ഏറ്റവും പ്രത്യേകത എന്താണ്? ആകർഷകമായിട്ടുള്ള വലയങ്ങളാണ് ശനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതേപോലെ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ടൈറ്റൻ എന്ന് പറഞ്ഞ ഒരു ഉപഗ്രഹമാണ്, ഗ്രഹമല്ല, ഒരു ഉപഗ്രഹമാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണ് ടൈറ്റൻ. കാരണം എന്താ വെച്ചാൽ ഈ ടൈറ്റനിലും നമ്മുടെ ഭൂമിയിലേതുപോലെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമുണ്ട്. വ്യക്തമായിട്ടുള്ള അന്തരീക്ഷമുള്ള ഒരു ഉപഗ്രഹമാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത്? ഭൂമിയുടെ അപരൻ. ഭൂമിയുടെ ഇരട്ട അല്ല. ഭൂമിയുടെ ഇരട്ട ഏതാണ്? ശുക്രനാണ്. ഭൂമിയുടെ ഇരട്ട ശുക്രനാണ്. എന്നാൽ ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹമാണ് ടൈറ്റൻ. ഈ ടൈറ്റൻ എന്ന് പറയുന്നത് ശനിയുടെ ഒരു ഉപഗ്രഹമാണ് ടൈറ്റൻ എന്ന് പറയുന്നത്. സൗരയൂഥത്തിലെ 2ാമത്തെ വലിയ ഉപഗ്രഹമാണ് ടൈറ്റൻ. ടൈറ്റൻ എന്താണ് അറിയപ്പെടുന്നത്? ഭൂമിയുടെ അപരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്ത ഗ്രഹം യുറാനസ് അല്ലെ. യുറാനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിപ്പത്തിൽ 3ാം സ്ഥാനമാണ്. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴമാണ്, 2ാമത് ശനി, 3ാമത് യുറാനസ് ആണ്. ഈ വില്യം ഷേക്സ്പിയറിന്റെ അതുപോലെ തന്നെ അലക്സാണ്ടർ പോപ്പിന്റെ ഒക്കെ കൃതികളിലെ കഥാപാത്രങ്ങളുടെ പേരുകളാണ് യുറാനസിന്റെ
ഉപഗ്രഹങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? മുമ്പ് PSC ചോദിച്ചിട്ടുള്ളതാണ്. ഈ വില്യം ഷേക്സ്പിയറിന്റെ കഥാപാത്രങ്ങളുടെ പേര് നൽകിയിട്ടുള്ളത് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹത്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. യുറാനസിന്റെ ഉപഗ്രഹത്തിന്റെ പേരുകൾ എന്ന് പറയുന്നത്, ഉപഗ്രഹങ്ങളുടെ പേര് നമ്മളെ ഇപ്പൊ ഭൂമിയുടെ ഉപഗ്രഹം ചന്ദ്രൻ എന്ന് പറയില്ലേ, അതേപോലെ യുറാനസിന്റെ ഉപഗ്രഹങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരുകൾ വില്യം ഷേക്സ്പിയറിന്റെയും അതുപോലെ അലക്സാണ്ടർ പോപ്പിന്റെയും ഒക്കെ കൃതികളിലെ കഥാപാത്രങ്ങളുടെ പേരാണ് നൽകിയിട്ടുള്ളത്. അതായത് കുറച്ചെണ്ണം പറയാം: ടൈറ്റാനിയ, ഒബറോൺ, മിറാൻഡ, കാലിബൻ, ജൂലിയറ്റ്, അതുപോലെ തന്നെ ബിയാൻഡ. ഇതൊക്കെ യുറാനസിന്റെ ഉപഗ്രഹങ്ങളുടെ പേരാണ്. പിന്നെ പച്ചഗ്രഹം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് യുറാനസ് ആണ്. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ് പച്ചഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് യുറാനസ് ആണ്. ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം, പച്ചഗ്രഹം എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് യുറാനസിനെയാണ്. യുറാനസിന് ശേഷം വരുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. നെപ്റ്റ്യൂണെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹം ബുധനാണ്, ഏറ്റവും അകലെ കിടക്കുന്ന ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. അതേപോലെ തന്നെ ഏറ്റവും ചൂട് കൂടുതലുള്ള ഗ്രഹം എന്ന് പറയുന്നത് ഏതായിരുന്നു? നമ്മൾ ശുക്രനാണ് പറഞ്ഞത്. എന്നാൽ ഏറ്റവും തണുത്ത ഗ്രഹം എന്ന് പറയുന്നത് യുറാനസ് ആണ്. ഏറ്റവും തണുത്ത ഗ്രഹം യുറാനസ് ആണ്. നമ്മൾ നേരത്തെ ഇവിടെ സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് ബുധനാണെങ്കിലും ഏറ്റവും ചൂട് കൂടുതൽ ശുക്രനാണെന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെയാണ് സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത് നെപ്റ്റ്യൂൺ ആണെങ്കിലും ഏറ്റവും തണുപ്പ് കൂടിയിട്ടുള്ള ഗ്രഹം യുറാനസ് ആണ്. യുറാനസിന്റെ പേരുകൾ എന്താണ്? പച്ചഗ്രഹം, ഉരുളുന്ന ഗ്രഹം, കിടക്കുന്ന ഗ്രഹം എന്നൊക്കെ അറിയപ്പെടുന്നത് യുറാനസ് ആണ്. അതേപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ സൂര്യനെ പരിക്രമണം ചെയ്തു വരുന്നത് ബുധനാണ് അല്ലെ. ഏറ്റവും വേഗത്തിൽ സൂര്യനെ പരിക്രമണം ചെയ്തു വരുന്നത് ബുധനാണ്. കാരണം ബുധനെ ഏറ്റവും അടുത്ത് കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ പരിക്രമണം ചെയ്യാൻ സാധിക്കും. അതേപോലെ സൂര്യനെ ഏറ്റവും കൂടുതൽ സമയം വേണ്ടത്, പരിക്രമണം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് നെപ്റ്റ്യൂണിനാണ്. കാരണം നെപ്റ്റ്യൂൺ അല്ലേ ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സൂര്യനെ പരിക്രമണം ചെയ്യാൻ ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് നെപ്റ്റ്യൂണിനാണ്. നെപ്റ്റ്യൂണിന് ഏകദേശം 163 വർഷം തന്നെ വേണം. 163 വർഷം വേണം നെപ്റ്റ്യൂണിന് സൂര്യനെ ഒരു പ്രാവശ്യം പരിക്രമണം ചെയ്യാൻ വേണ്ടിയിട്ട്. വ്യാഴത്തിന് എത്രയാണ്? നമ്മൾ 12 വർഷമാണ് അല്ലെ പറഞ്ഞത്. പക്ഷെ നെപ്റ്റ്യൂണിന് 164 എന്നുള്ളത് നമ്മൾ റൗണ്ട് ചെയ്ത് പറഞ്ഞാണ്. കൃത്യമായി പറയണമെങ്കിൽ 163.72 വർഷം, അത്രയും വർഷം വേണം നെപ്റ്റ്യൂണിന് ഒരു തവണ സൂര്യനെ പരിക്രമണം ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞു പ്ലൂട്ടോ 9ാമത്തെ ഗ്രഹമായിരുന്നു. പക്ഷെ 2006 ഓഗസ്റ്റ് 24 ഇതിന്റെ നമ്മളെ പ്ലൂട്ടോണ ഈ ഗ്രഹ പട്ടികയിൽ നിന്നും ഒഴിവാക്കി. ഇപ്പോൾ പ്ലൂട്ടോ എന്താണ്? ഒരു കുള്ളൻ ഗ്രഹമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് PSC സ്ഥിരം ചോദിക്കാറുള്ളത്. പിന്നെ നമ്മുടെ SCERT-യിൽ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അതും കൂടിയും പറയാൻ ഞാനൊന്ന് ഓടിച്ച്. അതായത് ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം, എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ആകാശഗോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രനാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന നക്ഷത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂര്യനാണ്. പക്ഷെ ആകാശഗോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചന്ദ്രനാണ്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണെന്ന് അറിയാലോ? യൂറി ഗഗാറിൻ ആണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി എന്ന് പറയുന്നത്. യൂറി ഗഗാറിൻ വോസ്റ്റോക്ക് 1 അല്ലെ. വോസ്റ്റോക്ക് 1 എന്നുള്ളത്, വോസ്റ്റോക്ക് 1 ഏത് രാജ്യത്തിന്റെയാണ്? സോവിയറ്റ് യൂണിയൻ അല്ലെ, പഴയ USSR. സോവിയറ്റ് യൂണിയന്റെ ആണ് ബഹിരാകാശ പേടകമാണ് വോസ്റ്റോക്ക് 1 എന്ന് പറഞ്ഞത്. വോസ്റ്റോക്ക് 1-ലാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയത്. വർഷം 1961. ഡേറ്റും കൂടി പറയുകയാണെങ്കിൽ ഏപ്രിൽ 12 ഓർത്തില്ലെങ്കിലും 1961-നാണ് യൂറി ഗഗാറിൻ ബഹിരാകാശത്തേക്ക് പോയത്, അല്ലെങ്കിൽ അവിടെ എത്തിയത് 1961-ലാണെന്ന് ഓർത്തേക്കണം. അപ്പൊ ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് പോയത് യൂറി ഗഗാറിനാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. പോയ വാഹനം വോസ്റ്റോക്ക് 1 ആണ്. വോസ്റ്റോക്ക് 1 എന്നുള്ളത് USSR-ന്റെ വാഹനമായിരുന്നു. അതേപോലെ തന്നെ 1961-ലാണ് ബഹിരാകാശത്ത് എത്തിച്ചേർന്നത് എന്നുള്ള കാര്യം കൂടിയും ഓർത്തിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ലോകത്തിലെ തന്നെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് സ്പുട്നിക് 1 ആണ് അല്ലെ. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് സ്പുട്നിക് 1 വിക്ഷേപിച്ചതും സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. വോസ്റ്റോക്ക് 1-ഉം സോവിയറ്റ് യൂണിയൻ ആണ്. അതേപോലെ തന്നെ സ്പുട്നിക് 1-ഉം സോവിയറ്റ് യൂണിയൻ തന്നെയാണ്. ഈ സ്പുട്നിക് 1 വിക്ഷേപിച്ചത് 1957-ലാണ്. നമ്മുടെ വോസ്റ്റോക്ക് 1 1961 ആയിരുന്നു അല്ലെ. യൂറി ഗഗാറിൻ എവിടെ എത്തിയത്? ബഹിരാകാശത്ത് എത്തിയത് 1961-ലായിരുന്നു. പക്ഷെ സ്പുട്നിക് 1 വിക്ഷേപിച്ചത് അതിനെക്കാട്ടൊക്കെ മുമ്പ് 1957-ലാണ്. 1957 ഒക്ടോബർ 4-നാണ് വിക്ഷേപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് ആര്യഭട്ട അല്ലെ. ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം.
അത് 1975-ലാണ്. 1975-ലാണ് ഇന്ത്യ എന്ത് വിക്ഷേപിക്കുന്നത്? ആര്യഭട്ട വിക്ഷേപിക്കുന്നത്. അതുപോലെ ബഹിരാകാശത്ത് എത്തിച്ചേർന്ന ആദ്യത്തെ ജീവി ഏതാണ്? ലൈക്ക എന്ന് പറഞ്ഞിട്ടുള്ള നായയാണ് ബഹിരാകാശത്ത് എത്തിച്ചേർന്ന ആദ്യത്തെ ജീവി. ലൈക്കനെ ബഹിരാകാശത്ത് എത്തിച്ചതും സോവിയറ്റ് യൂണിയൻ തന്നെയാണ് 1957. അപ്പൊ സോവിയറ്റ് യൂണിയനാണ് ആദ്യ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ബഹിരാകാശ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 1957 സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1 എന്നുള്ള ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചു. അതേപോലെ തന്നെ 1957 തന്നെ സോവിയറ്റ് യൂണിയൻ ലൈക്ക എന്ന് പേരുള്ള നായയെ ബഹിരാകാശത്ത് എത്തിച്ചു. 1961 വോസ്റ്റോക്ക് 1 നമ്മുടെ യൂറി ഗഗാറിനെ സോവിയറ്റ് യൂണിയൻ ബഹിരാകാശത്ത് എത്തിച്ചത്. പിന്നെ ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? അത് രാകേഷ് ശർമ്മയാണ് അല്ലെ. 1984 രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത്. ആദ്യത്തെ ഇന്ത്യൻ വനിത കൽപ്പന ചൗളയാണ്. കൽപ്പന ചൗള ബഹിരാകാശ യാത്രയിൽ കൊളംബിയ എന്ന് പറഞ്ഞ സ്പേസ് ഷട്ടിലുണ്ടായ അപകടത്തെ തുടർന്ന് മരണപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. പിന്നെ ചന്ദ്രനിൽ എത്തിയതാണെങ്കിൽ ചന്ദ്രനിൽ മനുഷ്യനെ എത്തിച്ചത് USSR അല്ല, സോവിയറ്റ് യൂണിയൻ അല്ല, അത് അമേരിക്കയാണ്. മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയത് അമേരിക്കയാണ്. അത് 1969-ലാണ്. 1969 ജൂലൈ 21-നാണ് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയത്. ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ്ങും അതുപോലെ എഡ്വിൻ ആൽഡ്രിനാണ്. രണ്ടുപേരും അമേരിക്കക്കാരാണ്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും. ഇവർ രണ്ടുപേരാണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത്. അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയാണ് ഈ ദൗത്യത്തിന് മുൻകൈ എടുത്തത്. വർഷം ഏതാണ്? 1969 ജൂലൈ 21-നാണ്. ഏത് വാഹനത്തിലായിരുന്നു? അപ്പോളോ 2 എന്ന് പറഞ്ഞ വാഹനത്തിലാണ്. അപ്പോളോ 2 എന്ന് പറഞ്ഞ വാഹനത്തിലാണ് ആദ്യമായിട്ട് മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയത്. ഈ വാഹനത്തെ നിയന്ത്രിച്ചിരുന്ന വ്യക്തി ആരാണ്? അയാള് ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അല്ലെ. ചന്ദ്രനിൽ ഇറങ്ങിയത് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനുമാണ് ചന്ദ്രനിൽ ഇറങ്ങിയത്. എന്നാൽ ഈ മാതൃപേടകത്തെ നിയന്ത്രിച്ചിരുന്നത് മൈക്കിൾ കൊളിൻസ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. മൈക്കിൾ കൊളിൻസും ഇവരെ കൂടെ പോയിരുന്നു, പക്ഷെ അദ്ദേഹം ചന്ദ്രനിൽ ഇറങ്ങിയില്ല. മൈക്കിൾ കൊളിൻസ് ഒരു മൈക്ക് വെച്ച് ഇങ്ങനെ നിങ്ങൾ ഇറങ്ങിയോ എന്നിങ്ങനെ ചുറ്റും നടന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയെന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ പേരുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. മൈക്കിൾ കോളിൻസ് ആണ് ഈ പേടകത്തിൽ ഇരുന്നു കൊണ്ട് അപ്പോളോ 1 എന്ന വാഹനത്തെ നിയന്ത്രിച്ചിരുന്നത്. മറ്റൊരു രണ്ടുപേരും നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനുമാണ് ചന്ദ്രനിൽ കാലുകുത്തിയത്. എന്നാണ്? 1969 ജൂലൈ 21-നാണ്. അതുകൊണ്ട് തന്നെ ജൂലൈ 21 ചാന്ദ്ര ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു അല്ലെ. ജൂലൈ 21 നമ്മൾ ചാന്ദ്ര ദിനമായിട്ട് ആചരിക്കുന്നു. ഇനി ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കമിട്ടത് വിക്രം സാരാഭായാണ്. ഇന്ത്യയിലെ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കമിട്ടത് വിക്രം സാരാഭായാണ്. നമ്മൾ പറഞ്ഞു ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയത് 1969 അതേ 1969 നമ്മൾ ഇന്ത്യയിലെ ISRO സ്ഥാപിച്ചതും 1969 തന്നെയാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വിക്രം സാരാഭായാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്ന് പറയുന്നത്. നമ്മളുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ചന്ദ്രയാൻ ആണ് അല്ലെ. ചന്ദ്രയാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അത് നമ്മൾ 3 വിക്ഷേപിച്ചു. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചു എന്നാണ് 2008 ഒക്ടോബർ 22. ഡേറ്റ് പഠിച്ചില്ലെങ്കിലും വർഷം നിർബന്ധമായിട്ടും പഠിക്കണം. 2008-ലാണ് നമ്മൾ ചന്ദ്രയാൻ 1 വിക്ഷേപിക്കുന്നത്. ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത് നമ്മൾ 2019-ലാണ്. 2008 വിക്ഷേപിച്ചിട്ട് പിന്നെ 2019 11 വർഷങ്ങൾക്ക് ശേഷം 2019-ലാണ് നമ്മൾ ചന്ദ്രയാൻ 2 വിക്ഷേപിക്കുന്നത്. ചന്ദ്രയാൻ 3-ന്റെ പിന്നെ ഡേറ്റ് അടക്കം പഠിക്കണം. നമുക്കറിയാലോ 2023 ജൂലൈ 14-നാണ് നമ്മൾ വിക്ഷേപിച്ചത്. 2023 ജൂലൈ 14. ജൂലൈ എന്ന് പറയുന്നത് 7-ാം മാസമാണ് അല്ലെ. 7-14 ജൂലൈ 14 7-14 2023 ജൂലൈ 14-ലാണ് നമ്മൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ അവിടെ ചന്ദ്രനിൽ സേഫ് ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രയാൻ 3 സേഫ് ലാൻഡ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 3 ഡേറ്റുകളും കൃത്യമായി പഠിക്കണം. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008-ആണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 11 വർഷങ്ങൾക്ക് ശേഷം 2019-ആണ്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് 2023 ജൂലൈ 14-നാണ് വിക്ഷേപിച്ചത്. അവിടെ സേഫ് ലാൻഡ് ചെയ്തത് 2023 ഓഗസ്റ്റ് 23-നാണ്. അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു നേട്ടമായിരുന്നു ആദിത്യ L1 എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ആദിത്യ എന്ന് പറയുന്നത് സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വിക്ഷേപിച്ചാണ്. ആദിത്യ L1 എന്ന് പറയുന്നത് വിക്ഷേപിച്ചത് എന്നായിരുന്നു? 2023 സെപ്റ്റംബർ 2-നാണ് നമ്മൾ ആദിത്യ L1 വിക്ഷേപിച്ചത്. അപ്പൊ
അപ്പോൾ ഇത്തരത്തിലുള്ള ഡേറ്റുകൾ അതുപോലെ ഈ അടുത്ത കാലത്തായിട്ട് ISRO വിക്ഷേപിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങളെ കുറിച്ചെല്ലാം പഠിച്ചിരിക്കണം. കൂടുതലും അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കാറുള്ളത്. അത് പ്രിലിംസിനും ചോദിക്കാറുണ്ട്, മെയിൻസിനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുക ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞതാണ്. നമുക്ക് കാരണം വേഗം തന്നെ എല്ലാ പോർഷൻസും പഠിച്ചു തീർക്കണം അല്ലേ. എന്നാൽ പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട്, ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യുന്നില്ല. ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഈ ഭാഗങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻസിനുള്ള ഒരു 60% പോർഷൻസും അല്ലേ, 60% പോർഷൻസ് നിങ്ങൾ കവർ ചെയ്തു. പിന്നെ കുറച്ചും കൂടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിൻസിനും പഠിക്കാനുള്ളൂ. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പ്രിലിമിനറി എക്സാമിനും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. നിർബന്ധമായും പഠിക്കുക. എൻ്റെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട്, എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ, എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റിലൂടെയാണ് എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട്, എത്രത്തോളം അത് എഫക്റ്റീവ് ആകുന്നുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാൻ കമൻറ്റുകൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.